F1 ജനറേഷനിൽ മുഴുവൻ എന്താണ് അവരുടെ ഒരു പാരന്റിനെ പോലെ ഉള്ളതാണ് കിട്ടിയത് അല്ലെ. ഏത് പാരന്റിനെയാണ് കിട്ടിയത്? ടോൾ ആയിട്ടുള്ള ആളെയാണ് F1 ജനറേഷനിൽ മുഴുവൻ കിട്ടിയത്. ഇനി ഈ F1 ജനറേഷനിലുള്ള കിട്ടിയിട്ടുള്ള ആ പ്ലാന്റിനെ സെൽഫ് ക്രോസ് ചെയ്തപ്പം എന്ത് കിട്ടി? പക്ഷെ അതിൽ എന്ത് കിട്ടി? 2 ടൈപ്പ് ഗമീറ്റ്സ് ഉള്ളതിനൊക്കെ കിട്ടി അല്ലെ. കാരണം എന്താ, ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ഹോമോസൈഗസ് ആണെങ്കിലും പിന്നെ ക്രോസ് ചെയ്തപ്പോൾ അതെന്തായി? ഹെട്രോസൈഗസ് ആയിട്ട് മാറി. അതിൽ നിന്ന് 2 ടൈപ്പ് ഗമീറ്റ്സിനെ നമുക്ക് കിട്ടും. അപ്പം അതും കൂടി ഒന്ന് അതിന്റെ ഇതൊന്ന് ചെയ്ത് നോക്കിയപ്പം എങ്ങനെ കിട്ടാനുള്ള ചാൻസ് ആണുള്ളത്? ടോൾ ആയിട്ടുള്ള ഹോമോസൈഗസ് കണ്ടീഷനിലുള്ള ഒന്ന്, പിന്നെന്താ 2 ഹെട്രോസൈഗസ് കണ്ടീഷനിലാണ്. ടോള് തന്നെയാണ്, പക്ഷെ അവരുടെ ഇതെന്താണ്? ഹെട്രോസൈഗസ് കണ്ടീഷനാണ് കാണിക്കുന്നത്. പിന്നെ ഒന്നെന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ടി എന്ന് പറയുന്നത് ഡ്വാർഫിൻ്റെതാണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ്? 1:2:1 എന്ന രീതിയിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് നമുക്ക്. ഈ ഒരു F2 ജനറേഷനിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ്സിനെ കിട്ടിയിട്ടുള്ളത് അല്ലെ. അപ്പം ഈ 1:2:1 എന്ന് എഴുതിയിട്ടുള്ളത് എന്താണ്? അവരുടെ ഫീനോട്ടിപ്പിക് റേഷ്യോ ആണ് അല്ലെ. എന്താണ്? അവരുടെ ഫീനോട്ടിപ്പിക് ആയിട്ടുള്ള റേഷ്യോ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ 1:2:1 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത്. ഇനി ഇവരുടെ എന്താണ്? ഇത് ഇവരുടെ എന്താണ്? ജീനോട്ടിപ്പിക് റേഷ്യോ ആണ്. ഓക്കെ, അവരുടെ ടൈപ്പിന്റെ റേഷ്യോ ആണ്. എന്താണ്? അവരുടെ ജീൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഇത് ഈ 1:2:1 എന്ന് പറഞ്ഞിട്ടുള്ള റേഷ്യോ വന്നിട്ടുള്ളത്. കാരണം എന്താ? ഈ ഒരു ജീനിൽ എന്താണ്? 2 അലീൽസ് ഉണ്ട്. ആ 2 അലീൽസും എന്താണ്? ഹോമോസൈഗസ് ആയിട്ടുള്ള ഡോമിനന്റിലാണ് നിൽക്കുന്നത്. എന്താണ് ഡോമിനന്റ്, എന്താണ് റെസസീവ് എന്ന് പറഞ്ഞാല്? ഡോമിനന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ വേറൊരാളുണ്ടെങ്കിലും ഈ ഒരു ഡോമിനന്റ് പ്രസന്റ് ആയിട്ടുള്ള കണ്ടീഷനിൽ മുഴുവൻ ആരാണ് അവര് എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, ഏത് ടൈപ്പിലാണ്, എങ്ങനെ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാലും ഡോമിനന്റ് ആണെങ്കിൽ എന്താണ്? അയാളാണ് എക്സ്പ്രസ് ചെയ്യുക. ഇനിയിപ്പം റെസസീവ് ആണെങ്കിൽ റെസസീവ് എന്ന് പറയുന്നത് എന്തിനാണ്? റെസസീവ് എക്സ്പ്രസ് ചെയ്യുക എപ്പോ മാത്രമാണ്? അവരുടെ ഹോമോസൈഗസ് 2 ഹോമോസൈഗസ് കണ്ടീഷനിൽ വെച്ചാൽ അവരുടെ ഹോമോസൈഗസ് കണ്ടീഷനിൽ മാത്രമാണ് ആ ഒരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അവരെയാണ് എന്ന് പറയുന്നത് റെസസീവ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത്, അലീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഡോമിനന്റ് ആരാണ്? ഈ ഒരു ക്യാപിറ്റൽ ടി ആണ്, അല്ലെങ്കിൽ ആ ഒരു ടോൾനെസിന്റെ അതാണ്. കാരണം എന്താ? ഹെട്രോസൈഗസ് കണ്ടീഷനിൽ വന്നപ്പോഴും ആരാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ആ ഒരു ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞിട്ടുള്ള ടോളിന്റെ ആ ഒരു ക്യാരക്ടർ ആണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ട്രേറ്റ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം അവരുടെ ജീനിന്റെ ഇത് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പം എന്താണ്? 1:2:1 എന്ന് പറഞ്ഞിട്ട് റേഷ്യോ കിട്ടി. അതിന് എന്താണ് പറയുന്നത്? ജീനോട്ടിപ്പിക് റേഷ്യോ എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അത് വെച്ചിട്ടുള്ള ഒരു റേഷ്യോ അല്ലെ. അപ്പൊ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് ഈ ഒരു മോണോഹൈബ്രിഡ് ക്രോസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ എങ്ങനെയായിരിക്കും വരിക? ഈ മൂന്നും എന്താണ്? ടോളാണ്. അപ്പൊ നമ്മൾ കാണുമ്പോ എന്താണ്? നമുക്ക് അതിനുള്ളിലുള്ള ജീൻ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമ്മൾ കാണുമ്പം ആ 3 എണ്ണം എന്താണ്? ടോളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 3:1 മാത്രമേ എന്തുള്ളൂ? ഡോഗ് ആയിട്ട് കാണുന്നുള്ളൂ. 3:1 തരത്തിലുള്ള ഇതിലാണ് എന്തുള്ളത്? അതിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ കാണുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറയേണ്ടതായിരുന്നു എങ്ങനെയാ വെച്ചാല്, നമ്മൾ ഒരു 2 പ്ലാന്റിനെ എടുത്തു കഴിയുമ്പോൾ അതിനെ പോളിനേഷൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ? എന്ന് വെച്ചാൽ ഇവരെ ഈ പീ പ്ലാന്റിനെ പോളിനേഷൻ നമ്മളെ ഇൻഡ്യൂസ്ഡ് പോളിനേഷൻ ചെയ്യാൻ ഭയങ്കര ഈസി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അത് എങ്ങനെയാണ് പോളിനേഷൻ ചെയ്യുന്നത് വെച്ചാല് അവിടെ ഒരു വേർഡ് ആലോചിച്ച് വെക്കാനുള്ളത് ഇമാസ്കുലേഷൻ എന്ന് പറയുന്ന എന്താണ്? നമ്മുടെ മെയിൽ പ്ലാന്റിൽ നിന്ന് എന്ത് ചെയ്യാണ്? ആന്തേഴ്സിനെ റിമൂവ് ചെയ്യുന്ന അതിനെ എന്താണ് പറയുന്നത്? ഇമാസ്കുലേഷൻ എന്നാണ് ആ പ്രോസസ്സിന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് അത് എന്ത് ചെയ്യും? ആ ഒരു പൊളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ പൊളൻ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ഫീമെയിൽ പ്ലാന്റിലെങ്കിൽ ഫീമെയിലിന്റെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയാണ് ഇത് പോളിനേഷൻ ചെയ്യിക്കുന്നത്. ഓക്കെ,
അപ്പം ഇത് മോണോഹൈബ്രിഡ് ക്രോസിൽ ഇത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. F1 പ്രോജനീസിൽ എല്ലാവരും എന്തായിരുന്നു, ടോൾ ആയിരുന്നു, ടോപ്പുള്ള ഒന്നുമില്ല. ഏതെങ്കിലും ഒരു പാരന്റിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, F1 പ്രോജനി കാണിക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ അത് എന്താണ്, ടോൾ ആയിട്ടുള്ള പാരന്റിനെയാണ് കാണിച്ചത്. ഓക്കെ, അപ്പം ഈ ഒരു ഇത് നടത്തിയതിനു ശേഷം ഇതിൽ കിട്ടിയിട്ടുള്ള ഒബ്സർവേഷൻസ് വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് എന്താണ് തിയറീസ് ഇതൊക്കെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പിന്നെന്താ, പിന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഏതോ ഒരു ക്യാരക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേബിളി ആ ഒരു ഫസ്റ്റ് പാരന്റിൽ നിന്ന് പിന്നുള്ള ജനറേഷനിൽ അവരിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ F1 ജനറേഷനിൽ ആകെ ഒരൊറ്റ പാരന്റിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്യാരക്ടർ മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവരുടെ നമ്മൾ ക്രോസ് ചെയ്ത ആ പാരന്റ്സിന്റെ ക്യാരക്ടർ അടുത്ത F2 ജനറേഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, F2 ജനറേഷനിൽ ആ ഡോഗ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം എന്തോ ഒരു സാധനം ഇതിനുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേബിളി പാസ് ചെയ്യുന്നുണ്ട്. എന്തോ ഒരു ഇത് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേബിളി പാസ് ചെയ്യുന്നുണ്ട്. അൺചേഞ്ച്ഡ് ആയിട്ട് പാരന്റ്സിൽ നിന്ന് ഓഫ്സ്പ്രിങ്സിലേക്ക്. ഓക്കെ, ഇപ്പം ഗമീറ്റ്സിലൂടെ പാരന്റ്സിൽ നിന്ന് ഓഫ്സ്പ്രിങ്സിലേക്ക് എന്തോ ഒരു സാധനം, എന്തോ ഒരു ഇത് അൺചേഞ്ച്ഡ് ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട്, സ്റ്റേബിളി പാസ് ഡൗൺ ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചത്. മെന്റൽ ആ ഒരു ഇതിനെ പാസ് ചെയ്യുന്ന ആ എന്തോ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനെ വിളിച്ചത് എന്താണ്, ഫാക്ടേഴ്സ് എന്നാണ്. മെന്റൽ അതിനെ ഫാക്ടേഴ്സ് എന്നാണ് വിളിച്ചത്. പക്ഷെ ഇന്ന് നമുക്കറിയാതെ എന്താണ് അത് ജീൻസ് ആണ് അല്ലെ. ഇന്ന് നമുക്കത് ജീൻസ് ആണെന്നറിയാം. പക്ഷെ മെന്റൽ അങ്ങനെ ഒരു പാസ് ചെയ്യുന്ന എന്തോ ഒരു സാധനം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അതിന് എന്താണ് പേര് വിളിച്ചത്, ഫാക്ടേഴ്സ് എന്നാണ് വിളിച്ചത്. ഇനി മോണോഹൈബ്രിഡ് ക്രോസിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ എന്താണ്, 1:2:1 ആണ്. നമ്മൾ പറഞ്ഞു ജീനോട്ടിപ്പിക് റേഷ്യോ എന്താണ്, 3:1 ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇത് നോക്കുമ്പോൾ മോണോഹൈബ്രിഡ് അല്ലെങ്കിൽ ഏത് ക്രോസ് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്തു നോക്കാൻ എന്തുണ്ട്, പന്നറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ നമുക്ക് ചെയ്തു നോക്കാം അല്ലെ. ഒരു എന്താണ്, ഒരു ബോക്സ് പോലെ ഉള്ളതിൽ നമുക്ക് അതിൽ എന്ത് ചെയ്യാം, ഗമീറ്റ്സിന്റെ സൈഡിൽ ഗമീറ്റ്സിനെ കൊടുത്തു, എന്നിട്ട് അവരെ എത്ര വാരിയേഷൻ അവർക്ക് വരാം എന്നുള്ളത് നമുക്ക് അതിൽ എഴുതി നോക്കാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പന്നറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ആരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ബ്രിട്ടീഷ് ജനറ്റിസ്റ്റ് ആയിട്ടുള്ള റെജിനാൾഡ് സി പന്നറ്റ് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിനെ പന്നറ്റ് സ്ക്വയർ എന്ന് വിളിക്കുന്നത്. അതെന്താണ്, ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് അല്ലെ. എന്തിനാണ്, ഈ ഒരു ഗമീറ്റ്സിൽ നിന്ന് എത്ര ജീനോടൈപ്പിനെ നമുക്ക് കിട്ടും എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇതാണ്, എത്ര പ്രോബബിലിറ്റി ഉണ്ട്. ഈ ജീനോടൈപ്പ് മൊത്തം നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ എത്ര പ്രോബബിലിറ്റി ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് സഹായിക്കും, ഈ ഒരു പന്നറ്റ് സ്ക്വയർ നമ്മളെ സഹായിക്കും. ഓക്കെ, എന്താണ്, അതിന്റെ രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും, പോസിബിൾ ഗമീറ്റ്സിനെ എഴുതും. എന്നിട്ട് അത് യൂസ് ചെയ്താൽ ഉണ്ടാവുന്ന പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കം എന്താണ് എന്ന് നമ്മൾ എഴുതും അല്ലെ. പിന്നെ ഇതിലുള്ള മെയിൻ ആയിട്ട് പോയിന്റ് എന്ന് വെച്ചാൽ ബാക്ക് ക്രോസ് ആൻഡ് ടെസ്റ്റ് ക്രോസ് ആണ്. ഓക്കെ, ബാക്ക് ക്രോസും ടെസ്റ്റ് ക്രോസും. നമ്മളിപ്പോ ഈ ഒരു ഇത് എടുക്കുകയാണെങ്കിൽ, ഈ ഒരു മോണോഹൈബ്രിഡ് ക്രോസ് എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ബാക്ക് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു F1 പ്രോജനീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഈ F1 പ്രോജനീനെ നമ്മുടെ അവരുടെ തന്നെ ഏതെങ്കിലും ഒരു പാരന്റ്, ഇതിൽ ഏതെങ്കിലും ഒരു പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ബാക്ക് ക്രോസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു F1 പ്രോജനീനെ ബാക്കിലേക്ക് ക്രോസ് ചെയ്യാണ്, അവരുടെ പാരന്റ് ഏതെങ്കിലും ഒരു പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്താണ് പറയുന്നത്, അത് അവരുടെ എന്താണ്, റെസസീവ് ആയിട്ടുള്ള പാരന്റും ആവാം, അല്ലെങ്കിൽ എന്താണ് ഡോമിനന്റ് ആയിട്ടുള്ള പാരന്റ്, ഏത് പാരന്റും ആയിക്കോട്ടെ, ആ ഒരു പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അത് എന്താണ്, ബാക്ക് ക്രോസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ബാക്കിലോട്ട് ക്രോസ് ചെയ്യാണ് ആലോചിച്ചാൽ മതി. ഇനി വേറൊരു ഇതുണ്ട് അല്ലെ, ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്.
എന്താണ് ടെസ്റ്റ് ക്രോസ് എന്ന് വെച്ചാൽ ടെസ്റ്റ് ക്രോസ് ഒരു ടൈപ്പ് ബാക്ക് ക്രോസ് തന്നെയാണ്. ഓക്കെ, ഒരു ടൈപ്പ് ബാക്ക് ക്രോസ് തന്നെയാണ് നമ്മൾ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ഒരു F1 പ്രോജനീനെ അതിന്റെ റെസസീവ് പാരന്റുമായിട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു F1 പ്രോജനീനെ അതിന്റെ റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ആണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ അതിനെ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ടെസ്റ്റ് ക്രോസ് ആണ്. ഏതെങ്കിലും ഒരു പാരന്റ്, അത് റെസസീവ് ആയിക്കോട്ടെ ഡോമിനന്റ് ആയിക്കോട്ടെ, ഏത് പാരന്റുമായിട്ട് നമ്മൾ ബാക്ക് ക്രോസ് ചെയ്യുകയാണെങ്കിൽ, ബാക്കിലേക്ക് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, ബാക്ക് ക്രോസ് ആണ്. ഇനി നമുക്ക് ഇപ്പൊ F1 ജനറേഷനിൽ കിട്ടി, അതിന്റെ ജീനോ ടൈപ്പ് നമുക്ക് അറിയില്ല അല്ലെ. F1 ജനറേഷനിൽ നമുക്ക് എന്തോ ഒരു പ്ലാന്റിനെ കിട്ടി, അത് ഏതെങ്കിലും ഒരു പാരന്റുമായിട്ടാണ് സിമിലാരിറ്റി കാണുന്നത്. ചിലപ്പോ അതുമായിട്ടൊന്നും സിമിലാരിറ്റി കാണിക്കാനൊന്നും നിർബന്ധമില്ല, ചിലപ്പം ബ്ലെൻഡ് ചെയ്യാനും ചാൻസ് ഉണ്ട് ചിലത്. പക്ഷെ ഇവിടെ ഇപ്പൊ മെന്റലിയനില് അങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ചിലപ്പോ അങ്ങനെ ബ്ലെൻഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഈ F1 പ്രോജനിയിൽ കിട്ടിയിട്ടുള്ളതിന്റെ ജീനോ ടൈപ്പ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ, F1 പ്രോജനിന്റെ ജീനോ ടൈപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് അതിനെ ടെസ്റ്റ് ക്രോസ് ചെയ്ത് നോക്കും. ഓക്കെ, F1 പ്രോജനിനെ ടെസ്റ്റ് ക്രോസ് ചെയ്യുകയാണ് ചെയ്യുക. ടെസ്റ്റ് ക്രോസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുമ്പോൾ എന്താണ്, റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, അതിന്റെ ജീനോ ടൈപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ ഒരു എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ് നടത്തിയത് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ അടിസ്ഥാനത്തിൽ മെന്റൽ എന്ത് ചെയ്തിട്ടുണ്ട്, മെന്റലിന്റെ 3 ലോസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, ആദ്യത്തെ 2 ലോസും ഈ ഒരു മോണോ ഹൈബ്രിഡിന്റെ ക്രോസ് വെച്ചിട്ടാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്, ഫസ്റ്റ് ലോ ഓഫ് ഡോമിനൻസ് എന്നാണ് പറയുന്നത്. എന്താണ്, മെന്റലിന്റെ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണിത്. അതിനെന്താ എന്തുകൂടി പറയുന്നുണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നും കൂടി പറയുന്നുണ്ട്. അതിലെ ഫസ്റ്റ് വൺ ഏതാണ്, ലോ ഓഫ് ഡോമിനൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് ആണ്. ആ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സിനെ എന്താണ് പറയുന്നത്, ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഫാക്ടേഴ്സ് എങ്ങനെയാണ് കാണുന്നത്, പെയർ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ആ ഫാക്ടേഴ്സ് പെയർ ആയിട്ടാണ് കാണുന്നത്. ഇൻ എ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് വെച്ചാല് ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ ഒരു മെമ്പർ വേറൊരു മെമ്പറിനെ എന്ത് ചെയ്യും, ഡോമിനേറ്റ് ചെയ്യും. ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ 2 ഡിസിമിലർ ആയിട്ടുള്ള പെയർ ഓഫ് ഫാക്ടേഴ്സ് വരുമ്പോ ഒരു പെയർ എന്ത് ചെയ്യും, മറ്റേതിനെ അങ്ങോട്ട് അടിച്ചമർത്തിയിട്ട് അത് മാത്രം അങ്ങ് കാണിക്കും. ഓക്കെ, അതിനെയാണ് എന്താണ്, ഒന്ന് ഡോമിനേറ്റ് ചെയ്യും വേറൊന്നിനെ. ഓക്കെ, ഈ ഒരു ഡോമിനേറ്റ് ചെയ്യുന്ന ആളെ ഡോമിനന്റ് എന്നാണ് പറയുന്നത്. ഇനി അടിച്ചമർത്തി അവിടെ ഇരിക്കുന്ന തീരെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ആളില്ലേ, അയാളെ നമ്മള് റെസസീവ് എന്നാണ് പറയുന്നത്. ഈ ഒരു ലോ ആണ് F1 ജനറേഷനിൽ എന്തുകൊണ്ടാണ് ടോൾ പ്ലാന്റ്സ് മാത്രം അല്ലെങ്കിൽ ഒരു പാരന്റിന്റെ ക്യാരക്ടർ മാത്രം കാണിച്ചത് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി, അല്ല എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളതെന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏതാണ്, ഈ ഒരു ലോ ആണ്. ഓക്കെ, പിന്നെ 3:1 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊപ്പോർഷനിലല്ലായിരുന്നോ നമ്മുടെ എന്ത് വന്നിട്ടുണ്ടായിരുന്നത്, ഫിനോട്ടിപ്പിക് ക്യാരക്ടേഴ്സ് അതിന്റെ ഇത് വന്നിട്ടുള്ളത് എന്തായിരുന്നു, 3:1 ആയിരുന്നു. അത് എങ്ങനെ വന്നെന്നും പറയുന്നത് ഏതാണ്, ഈ ഒരു ലോ ഓഫ് ഡോമിനൻസ് ആണ് പറയുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാ, ജീനോട്ടിപ്പിക്കലി അവര് രണ്ടായിട്ടുള്ള വെച്ചാൽ ഈ ഒരു കണ്ടീഷനിലും ഇവര് ടോള് തന്നെയാണ് കാണിക്കുന്നത് അല്ലെ. പക്ഷെ ജീനോട്ടിപ്പിക്കലി ഇവര് എന്താണ്, രണ്ട് അല്ലേ, ഒന്ന് ഹോമോസൈഗസും ഒന്ന് ഹെട്രോസൈഗസും ആണ്. പക്ഷെ ഫിനോട്ടിപ്പിക്കലി അവർ സെയിം ആണ് കാണിക്കുന്നത്. കാരണം എന്താ, ഈ ഒരു ഹെട്രോസൈഗസ് കണ്ടീഷൻ വരുമ്പോ ഒന്നിനെ എന്ത് ചെയ്തു, ഡോമിനേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താണ്, ലോ ഓഫ് സെഗ്രിഗേഷൻ ആണ്.
ഇതില് പറയുന്നത് എന്താണെന്ന് വെച്ചാല് അലീൽസ് ബ്ലെൻഡ് ചെയ്യുന്നില്ല. അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാല് നമ്മളിപ്പോ ടോള് കണ്ടു അല്ലെ, ടോള് കണ്ടു, ടോഫും കണ്ടു അല്ലെ. ഇനിയിപ്പോ ഇതിനെ രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്തപ്പോ നമ്മള് ഇങ്ങനെ ഒരു ഇതും കൂടി കണ്ടു. പക്ഷെ ഇതും എന്താണ് കാണിക്കുന്നത്? ടോൾ ക്യാരക്ടറിനെയാണ് കാണിക്കുന്നത്. ടോളായിട്ട് തന്നെയാണ് വന്നത്. എങ്ങനെ? ഈ പാരന്റിനെ പോലെ തന്നെ അത്രയും ടോളായിട്ടാണ് ആരും വന്നത്, ഈ ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിലും വന്നത്. ഓക്കെ, ഇനിയിപ്പം ശരിക്കും നമ്മളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്യണം. ഒരു വലുതും ഒരു ചെറുതും വന്നു, അത് രണ്ടും കൂടി അവിടെ ബ്ലെൻഡ് ചെയ്യായിരുന്നെങ്കിൽ എന്തായിരുന്നു വരേണ്ടിയിരുന്നത്? ഈ ഒരു ബ്ലെൻഡ് ചെയ്ത ഇതില് ഒന്ന് വലുതാണ് ഒന്ന് ചെറുതാണ് അല്ലേ? അതില് രണ്ട് അലീൽസിൽ ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. അപ്പം ആ വലുതിന് അത്യാവശ്യം ഹൈറ്റ് വേണം, ചെറുത് അത്യാവശ്യം ഹൈറ്റ് ഇല്ലാത്തതുമായിരിക്കണം. അപ്പൊ ഒരു മീഡിയം ഹൈറ്റ് ആണ് ആര് കാണിക്കേണ്ടിയിരുന്നത്? ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിൽ മീഡിയം ഹൈറ്റ് അല്ലായിരുന്നു കാണിക്കേണ്ടത്. അവർ രണ്ടുപേരും ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ. അപ്പൊ ബ്ലെൻഡ് ചെയ്തിട്ടില്ല. ഒരു ക്യാരക്ടർ മറ്റൊരു ക്യാരക്ടറിന് എന്ത് ചെയ്തു? അല്ലെങ്കിൽ ഒരു പെയർ ഒരു അലീല് മറ്റേതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാതെ ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? ഒന്ന് ബ്ലെൻഡിങ് കാണിക്കുന്നില്ല ഇവര്. അത് മാത്രമല്ല ഈ ഒരു ലോ ഓഫ് സെഗ്രിഗേഷൻ പറയുമ്പോൾ നമ്മള് ഇനി നെക്സ്റ്റ് ഇതിലേക്ക് പോകുമ്പോ എന്താണ്, ടു ജനറേഷനിലേക്ക് പോകുമ്പോൾ ഇവര് രണ്ടുപേരും രണ്ടായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്പ്ലിറ്റ് ചെയ്തിട്ട് അടുത്ത ഇതിലേക്ക് പോയിട്ടുണ്ട്. രണ്ട് ഗമീറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അടുത്തൊരു ജനറേഷനിലേക്ക് പോയിട്ടുണ്ട്. അല്ലാണ്ട് ഒരുമിച്ച് നിന്നിട്ടല്ല പോയത്, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അടുത്ത ജനറേഷനിലേക്ക് പോയിട്ടുണ്ട്. കാരണം എന്താ? F2 ജനറേഷനിൽ ഈ ഒരു ഡോർഫ് പ്ലാന്റിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റിക്കവർ ചെയ്തിട്ടുണ്ട് അല്ലെ. ഡോർഫ് പ്ലാന്റിനെ നമുക്ക് F2 ജനറേഷനിൽ കിട്ടിയിട്ടുണ്ട്. അതെന്താ പറയുന്നത്? ഈ ഒരു ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡ്യൂറിങ് ഗമീറ്റ് ഫോർമേഷന്റെ സമയത്ത് രണ്ട് ഫാക്ടേഴ്സ് ഫോർ എ ക്യാരക്ടർ, ഒരു ക്യാരക്ടറിന്റെ രണ്ട് ഫാക്ടേഴ്സ് ഒരു ഇൻഡിവിജ്വല് പ്രസന്റ് ആണെങ്കിൽ എന്ന് വെച്ചാല് ഒരു ക്യാരക്ടറിന്റെ രണ്ട് ഫാക്ടേഴ്സ് ഒരു ഇൻഡിവിജ്വലിന് പ്രസന്റ് ആണെങ്കിൽ അവർ എന്താ ചെയ്യുക? അവര് ഗമീറ്റ് ഫോർമേഷന്റെ സമയത്ത് അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഗമീറ്റ്സ് ആയിട്ട്, രണ്ട് പോസിബിൾ ഗമീറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യും? അടുത്ത ഓരോ ഗമീറ്റ്സിലേക്ക് മാറും. രണ്ട് പോസിബിൾ ഗമീറ്റ്സ് ആയിട്ട് മാറും സ്പ്ലിറ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ നമ്മളൊരു ഹോമോസൈഗസ് പാരന്റിനെ എടുത്തു നോക്കുകയാണെങ്കിൽ, ഹോമോസൈഗസ് പാരന്റ് എന്താണ്? ഹോമോസൈഗസ് പാരന്റിനെ എടുത്തു നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹോമോസൈഗസ് പാരന്റിനെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ടൈപ്പ് ഗമീറ്റിനെ അവര് എന്ത് ചെയ്യുള്ളൂ? പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ അല്ലെ. ഒരൊറ്റ ടൈപ്പ് ഗമീറ്റിനെ അവർ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഇനി നമ്മുടെ ഹെട്രോസൈഗസ് ആയിട്ടുള്ള പാരന്റിനെ എടുത്തു നോക്കുകയാണെങ്കിൽ, ഹെട്രോസൈഗസ് പാരന്റ് ആരാണ്? ഈ ഒരു ഹെട്രോസൈഗസ് പാരന്റിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർ എത്ര ടൈപ്പ് ഗമീറ്റ്സിനെ, പോസിബിൾ ഗമീറ്റ്സിനെ അവര് ഫോം ചെയ്യും? ഈ രണ്ട് ടൈപ്പ് പോസിബിൾ ഗമീറ്റ്സിനെ അവർക്ക് ഫോം ചെയ്യാൻ കഴിയും. ഓക്കെ, അതും ഈക്വൽ പ്രൊപ്പോർഷനില്. ഈ ഗമീറ്റ് ഫോർമേഷന്റെ സമയത്ത് എന്ത് ചെയ്യില്ല? ഈ ടോൾ ആയിട്ടുള്ള ആള് ഞാൻ കുറച്ചുകൂടി കൂടുതൽ ഗമീറ്റ്സ് ഈ ഒരു ടോൾ ആയിട്ടുള്ളതിൽ ഉണ്ടാക്കാം, അങ്ങനെയൊന്നുമില്ല. ഈക്വൽ എമൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്? ഇവര് ഡിവൈഡ് ചെയ്ത് ഈക്വൽ ഗമീറ്റ്സ് ആണ് ഇവരുടെ നമുക്ക് കിട്ടുന്നത്.
ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നമ്മൾ ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും പറഞ്ഞു കഴിഞ്ഞു. അതിനു മുമ്പ് ഇനി ഒരു കാര്യം വെച്ചാൽ നമ്മൾ ടെസ്റ്റ് ക്ലോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ടെസ്റ്റ് ക്ലോസിന് നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ പീ പ്ലാന്റിൽ തന്നെയുള്ള എന്ത് ഫ്ലവറിന്റെ കളറ് ഏതൊക്കെയാണ്? വയലറ്റും വൈറ്റും വരുന്ന ഫ്ലവറിന്റെ കളർ. ഓക്കെ, അപ്പൊ വയലറ്റ് ആണെന്ത് ഡോമിനന്റ് ആയിട്ടുള്ളത്, വൈറ്റ് ആണെന്ത് റെസസീവ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ, നമുക്ക് F1 ജനറേഷനിൽ കിട്ടുന്ന പ്രോജനിയെ നമ്മൾ എന്ത് ചെയ്യുക? ബാക്ക് ക്രോസ് ചെയ്യുക. ആരോട്? ബാക്ക് ക്രോസ് അല്ലെങ്കിൽ ടെസ്റ്റ് ക്രോസ് ആണ് ശരിക്കും റെസസീവ് പാരന്റുമായിട്ടുള്ള ക്രോസ് എന്ന് പറയുന്നത്, അല്ലെ? ആരെയായിട്ട്? ഈ ഒരു റെസസീവ് പാരന്റുമായിട്ട് ടെസ്റ്റ് ക്രോസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ടെസ്റ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ജീനോടൈപ്പ് നമുക്ക് എന്തായാലും കണ്ടാൽ മനസ്സിലാവില്ല, അല്ലെ? പക്ഷെ എന്താണ് അതിന്റെ റിസൾട്ട് വരുമ്പം അല്ലെങ്കിൽ അതിന്റെ പ്രോജനീസിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ അതിന്റെ പാരന്റിന്റെ എന്തായിരുന്നു ജീനോടൈപ്പ് എന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെ? അൺനോൺ ആയിട്ടുള്ള ഒരു F1 ജനറേഷനിലെ പ്രോജനീനെ നമ്മൾ എടുത്തു. അപ്പം അതിനെങ്ങനെയാണ് അതിന്റെ ജീനോടൈപ്പ് എന്ന് നമുക്കറിയില്ല. എന്താവാം? വയലറ്റ് കളറാണ് വന്നിട്ടുള്ളത്. അപ്പം എന്താണ് അത്? വയലറ്റ് ഡോമിനന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് ചിലപ്പോ എന്താവാം? രണ്ട് ഹോമോസൈഗസ് ആയിട്ടുള്ള രണ്ടും ഡോമിനന്റ് ആയിട്ടുള്ള അലീൽസ് ഉള്ളതാവാം. അല്ലെങ്കിൽ ഒരു ഹെട്രോസൈഗസ് ആവാം, അല്ലെ? ഹെട്രോസൈഗസും ആവാം. അങ്ങനെയാവുമ്പോഴും എന്താവും? വയലറ്റ് വരും. ഒരൊറ്റ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു അലീല് മതി, അല്ലെ? ക്യാപിറ്റൽ ഡബ്ല്യൂടെ. അപ്പം അങ്ങനെയുള്ളത് അതിൽ ഏതാണ് ആ ഒരു എന്താണ് പ്ലാന്റിന്റെ ജീനോടൈപ്പ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ റെസസീവ് പാരന്റുമായിട്ട് നമ്മൾ ക്രോസ് ചെയ്യണം. അപ്പൊ സപ്പോസ് ഈ ഒരു ഹോമോസൈഗസ് കണ്ടീഷനിലാണ് ആ ഒരു പ്ലാന്റ് കിടക്കുന്നതല്ലെങ്കിൽ എങ്ങനെയാണ് വരിക? നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ ഈ ഒരു ഹോമോസൈഗസ് കണ്ടീഷനിലാണെങ്കിൽ അതിൽ നിന്ന് എത്ര ടൈപ്പ് ഗമീറ്റ്സ് വരും? ഒരു ടൈപ്പ് ഗമീറ്റേ വരുള്ളൂ, അല്ലെ? ഏതാണ്? ഈ ഒരു ക്യാപിറ്റൽ ഡബ്ല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈപ്പ് ഗമീറ്റ് മാത്രമേ വരുള്ളൂ. അപ്പൊ നമ്മള് ഇതാണ് പനെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്, അല്ലെ? പനെറ്റ് സ്ക്വയറിന്റെ രണ്ട് സൈഡിൽ നമ്മൾ പോസിബിൾ ആയിട്ടുള്ള ഗമീറ്റ്സിനെ എടുത്ത് നോക്കുവാണ്. അപ്പം പോസിബിൾ ആയിട്ടുള്ള ഗമീറ്റ്സ് ഇതിൽ നിന്ന് രണ്ട് ഗമീറ്റ് വരികയാണെങ്കിൽ രണ്ടും എന്തായിരിക്കും? ഒരൊറ്റ ടൈപ്പ്. അലീൽസ് ഡോമിനന്റ്, രണ്ടും ഡോമിനന്റ് ആണെങ്കിൽ എങ്ങനെയൊക്കെയാണ് പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് വരിക? പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് വരുമ്പം എല്ലാ ഫ്ലവറും എന്തായിരിക്കും? ഓക്കെ, കേൾക്കുന്നുണ്ടോ ഇപ്പോ? ഒന്നുകൂടി പറയണോ? ഇത് കേൾക്കുന്നില്ലേ? ഒന്നുകൂടി പറയാമോ? ഓക്കെ, ഇത് എന്താണെന്ന് അറിയോ? നമ്മൾ ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ടെസ്റ്റ് ക്രോസ് എന്താണ്? ബാക്ക് ക്രോസ് തന്നെയാണ്, ഒരു ടൈപ്പ് ഓഫ് ബാക്ക് ക്രോസ് തന്നെയാണ്. പക്ഷെ അതിന്റെ റെസസീവ് പാരന്റായിട്ട് ക്രോസ് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, ഈ ക്രോസിങ് എന്തിനാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇത് ഉപകാരപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു അൺനോൺ പ്ലാന്റ് അല്ലെങ്കിൽ അൺനോൺ ക്യാരക്ടർ കിടക്കുന്നുണ്ട്. അതിന്റെ ജീനോടൈപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എന്തിനു ചെയ്യും? ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒരു ബീ പ്ലാന്റിന് തന്നെ ഒരു ഫ്ലവർ എടുത്തു. ഫ്ലവറിന്റെ എന്ന് വെച്ചാൽ ഡോമിനന്റ് ആയിട്ടുള്ള കളർ എന്ന് പറയുന്നത് വയലറ്റ് ആണ്. വയലറ്റിന്റെ ഏതാണ്? ക്യാപിറ്റൽ ഡബ്ല്യു, അതാണ് വരുന്നത്. ഇനി റെസസീവ് ആയിട്ടുള്ള കളർ എന്ന് പറയുന്നത് എന്താണ്?
വൈറ്റ് ആണ്. ഓക്കെ, അത് സ്മോൾ ഇതിൽ വരുന്ന വൈറ്റ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു F1 പ്രോജനിയിൽ നമുക്ക് കിട്ടിയപ്പോ നമുക്ക് വയലറ്റ് ഫ്ലവർ ആണ് കിട്ടിയത്. പക്ഷെ അതിന്റെ എന്ത് നമുക്കറിയില്ല, ജീനോടൈപ്പ് അല്ലെങ്കിൽ അതിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയില്ല. അത് ചിലപ്പോ എന്താവാം, ആ വയലറ്റ് ഫ്ലവർ ആവുമ്പോൾ വയലറ്റ് കളർ ഡോമിനന്റ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിനുള്ളില് 2 ടൈപ്പ് ജീനോടൈപ്പ് നമുക്ക് കാണാൻ പറ്റും. എന്ത്, ചിലപ്പോൾ അത് എന്തായിരിക്കും, രണ്ടും ക്യാപിറ്റൽ ആയിട്ടുള്ള ഹോമോസൈഗസ് കണ്ടീഷനിലായിരിക്കും കാണുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഒന്ന് മാത്രം ക്യാപിറ്റല്, ഒന്ന് സ്മോൾ ആയിട്ടുള്ള റെസസീവ് ആയിട്ടുള്ളതാണ് അല്ലീലാണ് കിടക്കുന്നത്. പക്ഷെ എന്താണ്, ആ ക്യാപിറ്റൽ ഒന്നുള്ളത് കൊണ്ട് തന്നെ മറ്റേ അല്ലീലിനെ അത് എന്ത് ചെയ്തു, ഡോമിനന്റ് ആക്കി കളഞ്ഞു. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലവറിനെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ ഈ ഒരു ജീനോടൈപ്പ് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാന്ന് വെച്ചാല് അതിന്റെ റെസസീവ് പാരന്റിനോട് എന്ത് ചെയ്യാം, ഒന്ന് ക്രോസ് ചെയ്ത് നോക്കാം. റെസസീവ് പാരന്റ് എന്ന് പറയുന്നത് ഏതാണ്, വൈറ്റ് ഫ്ലവർ ആണ് അല്ലെ. അപ്പൊ വൈറ്റ് ഫ്ലവർ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഹോമോസൈഗസ് ആയിട്ടുള്ള റെസസീവ് കണ്ടീഷനിൽ, ഈ ഒരു കണ്ടീഷനിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു കണ്ടീഷനിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വൈറ്റ് ഫ്ലവർ എക്സ്പ്രസ് ചെയ്യുള്ളൂ. അപ്പം സപ്പോസ് നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഈ ഒരു ഫ്ലവർ, അതിന്റെ ഉള്ളിലിരിക്കുന്ന അലീൽസ് ഈ ഒരു ഫോമിലാണ് ഉള്ളതെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ഹോമോസൈഗസ് ആയിട്ടുള്ള ഡോമിനന്റ് ഇതിലാണ് ഉള്ളതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് പോസിബിൾ ആയിട്ട് ഒരൊറ്റ ടൈപ്പ് ഗമീറ്റേ കിട്ടുള്ളൂ. ഏത് ടൈപ്പാണ്, ആ ഒരു ക്യാപിറ്റൽ W എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡോമിനന്റ് ടൈപ്പ് ഒരൊറ്റ അലീലേ നമുക്ക് കിട്ടുള്ളൂ. ആ 2 അലീൽസ് എന്ന് വെച്ചാൽ പോസിബിൾ ആയിട്ടുള്ള അലീൽസ് ആ ഒരൊറ്റ ടൈപ്പ് നമുക്ക് കിട്ടുള്ളൂ. അതിന് നമ്മൾ എന്ത് ചെയ്തു, ഇതാണ് പന്നറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എത്ര പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കം കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ പന്നറ്റ് സ്ക്വയറിൽ ഇങ്ങനെ എടുത്തെഴുതി. ഇനി റെസസീവ് ആയിട്ടുള്ള ഹോമോസൈഗസ് ആയിട്ടുള്ള വൈറ്റ് ഫ്ലവറിൽ നിന്ന് നമുക്ക് ആകെ ഒരു ടൈപ്പ് ഗമീറ്റേ കിട്ടുള്ളൂ. കാരണം ഇതിലും ഒരു ടൈപ്പ് ഗമീറ്റേ കാണുന്നുള്ളൂ അല്ലെ. ഇതിൽ ക്യാപിറ്റൽ W ആയിട്ടുള്ള ഒരു ടൈപ്പ് ഗമീറ്റേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൽ സ്മോൾ ലെറ്റർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഗമീറ്റ് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. അത് രണ്ടും നമ്മൾ എഴുതി കഴിഞ്ഞ് പോസിബിൾ ആയിട്ട് കിട്ടുന്ന ഔട്ട്കംസ് എന്താണെന്ന് നോക്കിയപ്പോ കിട്ടിയത് മുഴുവൻ എന്താണ്, വയലറ്റ് ഫ്ലവേഴ്സ് ആണ്. കിട്ടിയത് മുഴുവൻ വയലറ്റ് ഫ്ലവേഴ്സ് ആണ്. കാരണം എന്താ, ഇത് ക്രോസ് ചെയ്യുമ്പോൾ അതില് ഒരു ഡോമിനന്റ് എന്തായാലും വരും, ഒരു റെസസീവ് ആണ് എന്തായാലും വരുന്നത് അല്ലെ. ഒരു ഡോമിനന്റും വരും, ഒരു റെസസീവ് വരും. അങ്ങനെയാകുമ്പോൾ ഡോമിനന്റ് മാത്രമേ എന്താവുള്ളൂ, എക്സ്പ്രസ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ വന്ന ഫ്ലവേഴ്സ് മുഴുവൻ എന്താണ്, വയലറ്റ് ആണ് കിട്ടിയത്. ഓക്കെ, അങ്ങനെയാണ് വന്ന ഫ്ലവേഴ്സ് മുഴുവൻ വയലറ്റ് ആണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ എന്താണ്, ആ നമ്മൾക്ക് അൺനോൺ ആയിട്ടുള്ള ആ ഫ്ലവർ എന്താണ്, ഹോമോസൈഗസ് ഡോമിനന്റ് കണ്ടീഷനിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇനി അതല്ല, നമുക്ക് അറിയാത്ത ആ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ഹെട്രോസൈഗസ് കണ്ടീഷനിലാണ് കിടക്കുന്നതെങ്കിൽ അതിന്റെ പോസിബിൾ ഔട്ട്കം എന്താവണം, ഈ ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിൽ നിന്ന് 2 ടൈപ്പ് ഗമീറ്റ്സ് എന്ത് ചെയ്യും, വരാൻ ചാൻസ് ഉണ്ട്. ഏതൊക്കെയാണ്, ക്യാപിറ്റലും സ്മോളും എന്ന് പറഞ്ഞിട്ടുള്ള 2 ടൈപ്പ് ഗമീറ്റ്സ് വരുന്നുണ്ട് അല്ലെ. പക്ഷെ ഈ റെസസീവ് ആയിട്ടുള്ളതിൽ നിന്ന് ഒറ്റ ടൈപ്പ് ഗമീറ്റ് മാത്രമേ വരുന്നുള്ളൂ. അത് നമ്മൾ പന്നറ്റ് സ്ക്വയറിൽ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെ വരും, ഈ ക്യാപിറ്റൽ W ഇവിടെ നിന്ന് സ്മോൾ W വരും അല്ലെ. പിന്നെ രണ്ടാമത്തേലും ഇവിടെ ക്യാപിറ്റൽ W വരും, ഇവിടെ നിന്ന് സ്മോൾ W വരും. ഇവിടെ രണ്ടിടത്തും എന്താണ്, സ്മോൾ ആണുള്ളത്. അപ്പൊ രണ്ടും സ്മോൾ ആയി. ഇവിടെ രണ്ടിടത്തും സ്മോൾ ആണുള്ളത്, രണ്ടും സ്മോൾ ആയി. അപ്പം ഇതില് ഹാഫ് ഉണ്ടാവുന്നതില് ഹാഫ് എന്തായിരിക്കും, ഹാഫ് വയലറ്റും ഹാഫ് വൈറ്റും ആയിരിക്കും. ഓക്കെ, അതിപ്പം ഈ നമുക്ക് അൺനോൺ ആയിട്ടുള്ള ജീനോടൈപ്പിലുള്ള ആ ഒരു ഫ്ലവർ ഹെട്രോസൈഗസ് കണ്ടീഷനിലാണ് ഉള്ളതെങ്കിൽ അതിൽ നിന്ന് ബാക്ക് ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ ടെസ്റ്റ് ക്രോസ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്കം എന്തായിരിക്കും, പകുതി ഫ്ലവേഴ്സ് വയലറ്റും പകുതി ഫ്ലവേഴ്സ് വൈറ്റും ആയിട്ടായിരിക്കും കാണുക. ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഈ ഒരു ഫ്ലവർ എന്തായിരിക്കും, ഹെട്രോസൈഗസ് കണ്ടീഷനിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. നമ്മുടെ നെക്സ്റ്റ് പറയാനുള്ള ടോപ്പിക് എന്താണ്,
രണ്ട് ജീൻസിന്റെ ഇൻഹെറിറ്റൻസ് ആണ് അല്ലെ. രണ്ട് ജീൻസ് ഇൻഹെറിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് ക്യാരക്ടേഴ്സിന്റെ ഇൻഹെറിറ്റൻസ് ആണ്. അപ്പൊ അത് എന്താണ്, ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ്, പാരന്റ്സിന്റെ രണ്ട് ക്യാരക്ടേഴ്സ്, അതിന്റെ കോൺട്രാസ്റ്റിംഗ് പെയേഴ്സ്, അതിന്റെ ഇൻഹെറിറ്റൻസ് ആണ് എന്ത്, ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മെന്റൽ എടുത്ത് നോക്കിയിട്ടുള്ളത് ഏതാണ്, റൗണ്ട് യെല്ലോ ആയിട്ടുള്ള എന്താണ്, റൗണ്ട് ഷേപ്പിലുള്ള യെല്ലോ കളേർഡ് ആയിട്ടുള്ള യെല്ലോ കോട്ടിലിഡന്റെ കളർ യെല്ലോ ആയിട്ടുള്ളൊരു ഹോമോസൈഗസ് കണ്ടീഷനിലുള്ള ഒരു പ്ലാന്റിനെ എടുത്തു. അതുപോലെ തന്നെ എന്തെടുത്തു, റിങ്കിൾഡ് ഷേപ്പുള്ള, റൗണ്ടിലല്ല റിങ്കിൾഡ് ആയിട്ടുള്ള നമ്മുടെ ഗ്രീൻ കളറിൽ കോട്ടിലിഡൻസ് ഉള്ള ഒരു പാരന്റിനെ എടുത്തു. അപ്പൊ രണ്ടും ഹോമോസൈഗസ് കണ്ടീഷനിലാണുള്ളത്. കാരണം ട്രൂ ലൈൻസിനെയാണ് എടുത്തത്, ഹോമോസൈഗസ് കണ്ടീഷനിലാണുള്ളത്. അപ്പം അതിൽ നിന്ന് എത്ര ടൈപ്പ് ഗമീറ്റ്സ് നമുക്ക് വരാൻ പറ്റും എന്ന് നോക്കുമ്പോൾ എത്ര ടൈപ്പ് ഗമീറ്റ്സ് വരാം, ഓരോന്നിൽ നിന്നും ക്യാരക്ടേഴ്സിന് എന്ത് ചെയ്യാണ് നമ്മൾ എടുത്ത് നോക്കുമ്പോ ഇതിൽ നിന്ന് ഏത് റൗണ്ട് യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗമീറ്റിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വരാൻ പറ്റുള്ളൂ അല്ലെ. ഇതിൽ നിന്നോ റിങ്കിൾഡ് ഗ്രീൻ ആയിട്ടുള്ള ആള്, ആ ഒരൊറ്റ ഗമീറ്റ്സിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവര് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ F1 ജനറേഷനിൽ വന്നപ്പോ എന്തായാലും F1 ജനറേഷനിൽ വന്നപ്പം ഇവരെല്ലാവരും റൗണ്ട് യെല്ലോക്കാരായിരുന്നു. ഓക്കെ, റൗണ്ട് യെല്ലോക്കാരായിരുന്നു. കാരണം എന്താ, നമ്മുടെ റൗണ്ട് അല്ലെങ്കിൽ യെല്ലോ അതാണ് എന്ത്, ഈ ഒരു റിങ്കിൾഡ് അല്ലെങ്കിൽ ഗ്രീനിനെ ഡോമിനേറ്റ് ചെയ്യുന്ന ക്യാരക്ടർ. അപ്പൊ ഇതിലുള്ള ഡോമിനേഷൻ കാണിക്കുന്ന അല്ലെങ്കിൽ ഡോമിനന്റ് ആരൊക്കെയാണ്, ഡോമിനന്റ് ഈ റൗണ്ടും യെല്ലോയുമാണ്. ഓക്കെ, റൗണ്ടും യെല്ലോയും എന്താണ്, ഡോമിനന്റ് ക്യാരക്ടേഴ്സ് ആണ്. റിങ്കിൾഡ് ആൻഡ് ഗ്രീൻ എന്താണ്, റെസസീവ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് F1 ജനറേഷനിൽ എന്ത് വന്നു, ഫുള്ള് റൗണ്ട് യെല്ലോ വന്നു. അപ്പൊ F1 ജനറേഷനിൽ കിട്ടിയവരെ നമ്മൾ എന്ത് ചെയ്തു, സെൽഫ് പോളിനേഷൻ സെൽഫ് ക്രോസ് ചെയ്യുകയാണ്. സെൽഫ് ക്രോസ് ചെയ്യുമ്പോൾ അവരിൽ നിന്ന് എത്ര ടൈപ്പ് ഗമീറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട്, അവരിൽ നിന്ന് 4 ടൈപ്പ് ഗമീറ്റ്സ് വന്നു. ഓക്കെ, ക്യാരക്ടേഴ്സ് കൂടുന്നതിനനുസരിച്ച് ടൈപ്പ് ഓഫ് ഗമീറ്റ്സ് ഒരു ഇതിൽ നിന്ന് കിട്ടാനുള്ളത് കൂടുന്നുണ്ട്. ശ്രദ്ധിക്കുന്നത്, ക്യാരക്ടേഴ്സ് നമ്മൾ എടുക്കുന്ന ക്യാരക്ടേഴ്സിനെ കൂടുന്നതിനനുസരിച്ച് എത്ര ടൈപ്പ് ഗമീറ്റ്സ് നമുക്ക് അവരിൽ നിന്ന് കിട്ടും എന്നുള്ളത് കൂടുന്നുണ്ട്. അപ്പൊ ഇവരിൽ നിന്ന് ഈ ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിൽ കിടക്കുന്ന അവരിൽ നിന്ന് നമുക്ക് എത്ര ടൈപ്പ് ഗമീറ്റ്സ് കിട്ടുന്നുണ്ട്, 4 ടൈപ്പ് ഗമീറ്റ്സ് കിട്ടുന്നുണ്ട് അല്ലെ. കാരണം എങ്ങനെയൊക്കെ വരാം, ഈ ഒരു റൗണ്ട് യെല്ലോ ആയിട്ട് വരാം, റൗണ്ട് ഗ്രീൻ ആയിട്ട് വരാം, പിന്നെ റിങ്കിൾഡ് യെല്ലോ ആയിട്ട് വരാം, റിങ്കിൾഡ് ഗ്രീൻ ആയിട്ട് കിട്ടാം അല്ലെ. ഇത്രയും ടൈപ്പ് ഓഫ് സീഡ്സ് അല്ലെങ്കിൽ ഇത്രയും ടൈപ്പ് ഓഫ് ഔട്ട്കംസ് നമുക്ക്, അല്ലെങ്കിൽ അത്രയും ടൈപ്പ് ഓഫ് ഗമീറ്റ്സിനെ നമുക്ക് ആ ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിൽ കിട്ടും. അപ്പൊ ഇവരെ നമ്മൾ എന്ത് ചെയ്തു, സെൽഫ് ക്രോസ് ചെയ്യാണ് ചെയ്തത്. സെൽഫ് ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ ഔട്ട്കം ആണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, സെൽഫ് ക്രോസ് ചെയ്യുമ്പം എങ്ങനെ കണ്ടു, റൗണ്ട് യെല്ലോ കുറെ എണ്ണം വന്നു അല്ലെ. പിന്നെന്താണ്, റൗണ്ട് ഗ്രീൻ കണ്ടു, പിന്നെന്താ യെല്ലോ കണ്ടു. ഏറ്റവും കുറവ് കണ്ടത് എന്താ, റിങ്കിൾഡ് ഗ്രീൻ ആണ്. കാരണം എന്താ, റിങ്കിൾഡ് ഗ്രീൻ കാണിക്കണമെങ്കിൽ എന്ത് വരണം, എല്ലാവരും റെസസീവ് കണ്ടീഷനിൽ വരുന്ന ആ ഒരു ഒറ്റ ഇതിൽ മാത്രമേ എന്ത് കാണിക്കുള്ളൂ, റിങ്കിൾഡ് ഗ്രീൻ ആയിട്ടുള്ള അത് കാണിക്കുള്ളൂ. അപ്പം അത് മാത്രമാണ് ഏറ്റവും കുറവിൽ ഇവിടെ കാണിച്ചത് അല്ലെ. അപ്പൊ ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണ് വരുന്നത്, റിസൾട്ട് നമ്മൾ അതിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ എടുക്കുമ്പോൾ 9 റൗണ്ട് യെല്ലോ വന്നു. 9 റൗണ്ട് യെല്ലോ വന്നു. കാരണം എന്താ, രണ്ടും ഡോമിനന്റ് ആയിട്ടുള്ള ഇതാണ് അല്ലെ. അപ്പം
9 പ്രാവശ്യം എന്താണ് റൗണ്ട് യെല്ലോ ആയിട്ടുള്ള വന്നു. പിന്നെ എന്താ 3 റൗണ്ട് ഗ്രീൻ വന്നു. റൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഡോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആണ്. ഗ്രീൻ എന്ന് പറയുന്നത് എന്താണ് റെസസീവ് ആയിട്ടുള്ള ക്യാരക്ടർ ആണ്. പക്ഷെ എന്ത് വന്നു 3 റൗണ്ട് ഗ്രീൻ ഉള്ളത് കണ്ടു, 3 റിങ്കിൾഡ് യെല്ലോ ഉള്ളത് കണ്ടു, പിന്നെ 1 റിങ്കിൾഡ് ഗ്രീൻ കണ്ടു. കാരണം എല്ലാം റെസസീവ് ആയാലും മാത്രമേ എന്ത് കാണിക്കുള്ളൂ റിങ്കിൾഡ് ഗ്രീൻ കാണിക്കുള്ളൂ. അപ്പൊ ഇവരുടെ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്താണ്? പുറത്ത് നമ്മൾ കാണുന്ന ആ ഒരു റേഷ്യോ എന്താണ്? 9:3:3:1 ആണ്. ഓക്കെ, 9:3:3:1 ആണ് അവരുടെ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഇനി നമ്മൾ അതിന്റെ ജീനോടൈപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ എത്ര ടൈപ്പ് ജീനോടൈപ്പ് നമുക്ക് കാണാൻ പറ്റും? നമ്മള് ഓരോന്നിന്റെ എന്ന് വെച്ചാൽ എല്ലാം ഡോമിനന്റ് ആയിട്ടുള്ളത് കാണാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് കാണാൻ പറ്റും? നമ്മുടെ റൗണ്ടിന്റെ മുഴുവൻ ഡോമിനന്റ് ആണ്. പക്ഷെ എന്താണ് യെല്ലോ കളറിന്റെ ഒന്ന് ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, പിന്നെ എന്താണ് ഒരു ഗ്രീനിന്റെ ഉണ്ട്, പക്ഷെ അത് അവിടെ റെസസീവ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ആദ്യത്തെ റൗണ്ട് ഇതുള്ളത് രണ്ടും എന്താണ് ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഫീച്ചേഴ്സ് ആണ്. പിന്നെ ഗ്രീൻ വരുന്നത് പക്ഷെ രണ്ടും എന്താണ് റെസസീവ് ആയിട്ടുള്ള സ്ട്രേറ്റ് ആണ്. അപ്പൊ അവിടെ എന്താണ് എക്സ്പ്രസ് ചെയ്യുക? ഗ്രീൻ ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ റൗണ്ട് ഗ്രീന് വരുന്നത് കണ്ടു. പിന്നെന്താണ് ഈ ഒരു റൗണ്ടിന്റെയും ഒരു റിങ്കിളുടെയും അലീൽസ് വന്നു. അങ്ങനെയാകുമ്പോ എന്താണ് റൗണ്ട് തന്നെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നെന്താണ് രണ്ടാമത്തത് യെല്ലോ മുഴുവൻ ഡോമിനന്റ് ആയിട്ടുള്ള യെല്ലോന്റെ ഡോമിനന്റ് ആയിട്ടുള്ള രണ്ട് ഇത് കണ്ടു. അപ്പൊ അതെന്താ റൗണ്ട് യെല്ലോ തന്നെ വന്നു. പിന്നെന്താ പിന്നെ നമ്മുടെ ഓരോ ജീൻസ് അതുപോലെ ഓരോ അലീൽസ് എന്താണ് ഡോമിനന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വന്നു. ബാക്കി റെസസീവ് ആണെങ്കിലും എന്താണ് ഡോമിനന്റ് ആയിട്ടുള്ളത് മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ. അപ്പൊ അതും എന്താണ് റൗണ്ട് യെല്ലോ ആണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോ എന്ത് കാണുന്നുണ്ട്? അങ്ങനെ ഓരോ ഇത് എടുത്ത് നോക്കുകയാണ് നമ്മള്. അപ്പൊ ഏതൊക്കെ കാണുന്നുണ്ട്? ഓരോന്നിന്റെയും കണ്ടു. എന്താണ് ഇതും റൗണ്ട് ആണ് വരിക, ഇവിടെ എന്താണ് വരിക? പക്ഷെ ഗ്രീൻ ആണ് വരിക. കാരണം രണ്ട് റെസസീവിലാണ് കിടക്കുന്നത്. ഇവിടെ നോക്കിയാൽ ഇവിടെ എന്താണ് ഇത് റിങ്കിൾഡ് ഇതിലാണ് വരിക. കാരണം എന്താ അവിടെ ഒറ്റ ഡോമിനന്റ് ഒരു ക്യാരക്ടർ പോലും കാണുന്നില്ലായിരിക്കില്ല. ഇവിടെ യെല്ലോ ആയിട്ടാണ് വരിക. കാരണം രണ്ടും എന്താണ് ഡോമിനന്റ് ആയിട്ടാണ് കാണുന്നത്. ഇത് റിങ്കിൾഡ് ആണ്, ഇവിടെയും യെല്ലോ ആണ് വരിക. കാരണം ഒന്ന് മാത്രമേ എന്തുള്ളൂ റെസസീവ് ആയിട്ട് ഗ്രീൻ കാണുന്നുള്ളൂ. ഒന്ന് വന്നിട്ട് കാര്യമില്ല. റെസസീവ് ക്യാരക്ടറുകൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ എന്ത് വേണം? രണ്ടും റെസസീവ് ആയിട്ടുള്ള അലീൽസ് വേണം. പിന്നെ നമ്മൾ ഇവിടെ നോക്കുമ്പോ എന്താണ് ഈ ഒരു ഒറ്റ ഒരു ടൈപ്പിൽ മാത്രമേ എന്ത് കാണുന്നുള്ളൂ? എല്ലാം റെസസീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലെ, എല്ലാം റെസസീവ് ആയിട്ടുള്ള അലീൽസ് കണ്ടു. അങ്ങനെ ആകുമ്പോ അതെന്ത് വരും? അത് റിങ്കിൾഡ് ഗ്രീൻ ആയിട്ട് വരും. അപ്പൊ എല്ലാം കൂടി നോക്കുമ്പോൾ ഇതിന്റെ എന്താണ് വരുന്നത് റേഷ്യോ? അതിന്റെ ജീനോട്ടിഫിക് റേഷ്യോ എന്താണ്? 1:2:1:2:4:2:1:2:1 എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ വലിയൊരു റേഷ്യോ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ജീനോട്ടിഫിക് റേഷ്യോ കിട്ടുന്നുണ്ട്. ഈ ഒരു ഡൈഹൈബ്രിഡ് ക്രോസിനെ വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? 3 ലോസ് ഉള്ളതില്ല, 3 പ്രിൻസിപ്പൾസ് ഉള്ളതിന് അതിനെ മൂന്നാമത്തത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് വെച്ചിട്ടാണ്? ഈ ഒരു ഡൈഹൈബ്രിഡ് ക്രോസിന്റെ ഇതിനെ വെച്ചിട്ടാണ്. ഓക്കെ, ഡൈഹൈബ്രിഡ് ക്രോസ് അതിനെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് മൂന്നാമത്തെ ലോ എന്താണ്? ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്നാണ് അതിന്റെ പേര്. അപ്പം അതില് പറയുന്നത് എന്താ വെച്ചാല് ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഒരു ക്രോസിൽ വരുമ്പോ എങ്ങനെയാണ്
ആ factor അതിന്റെ pairs independently segregate from the other pair of characters. ഇവിടെ അത് കാണിക്കാനുള്ള ഒരു എക്സാമ്പിൾ എന്താ വെച്ചാല് ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ്, ഇവിടെ രണ്ട് ക്യാരക്ടർ വന്നു അല്ലെ, ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഒരൊറ്റ ക്രോസിൽ വരുമ്പോ അവരുടെ എന്താണ് അവരുടെ ഇതില്ലേ ഗമീറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു സെഗ്രിഗേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് ആണ്. ഈ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റൗണ്ടിന്റെ കൂടെ ഞാൻ പോകുള്ളൂ എന്ന് പറയില്ല, ആ ഒരു യെല്ലോ പറയില്ല. ഓക്കെ, അവര് രണ്ടുപേരും എങ്ങനെയാണ് പോകുന്നത്? രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് സെഗ്രിഗേഷൻ നടക്കുന്നത്. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്, മൂന്നാമത്തെ ലോ പറയുന്നത്. ഇനി ഇതൊന്നും അല്ലാതെ ഈ മെന്റലിന്റെ ലോയിലും ഇതിലൊന്നും പെടാത്ത എന്തുണ്ട്, നോൺ മെന്റലീൻ ആയിട്ടുള്ള കുറെ ഇൻഹെറിറ്റൻസ് കാണുന്നുണ്ട്. ഓക്കെ, അതൊക്കെ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. അപ്പൊ നമ്മളിപ്പോ മെന്റലിന്റെ കുറെ ഇതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ലോ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ലോസിൽ വരുന്ന ഡീവിയേഷൻസ് ആണ് എന്ത് ഈ ഇങ്ങനെയുള്ള കുറെ ഇൻഹെറിറ്റൻസിൽ കാണുന്നത്. ഇതിൽ ഫസ്റ്റ് നമ്മുടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ തന്നെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡോമിനൻസ് എന്നാണ്. അപ്പൊ നമുക്ക് ആ പേരിൽ തന്നെ ഉണ്ട്, ആ ഒരു ഡോമിനൻസ് എന്താണ്, ഇൻകംപ്ലീറ്റ് ആണ് അല്ലെ. അപ്പൊ ഡോമിനന്റ് ആയിട്ടുള്ള ആളുടെ അല്ലെങ്കിൽ ആ ഒരു ഡോമിനൻസ് വേറൊരാളുടെ മുകളിൽ കാണിക്കുന്ന ആ ഡോമിനൻസ് ഇൻകംപ്ലീറ്റ് ആണ് അവിടെ. ഓക്കെ, നമ്മൾ മെന്റലിന്റെ ലോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, അവരുടെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മിക്സ് ആവാണ്ട് ബ്ലെൻഡ് ആവാണ്ടാണ് പോകുന്നതെന്നല്ലേ. പക്ഷെ ഈ ഒരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഫാക്ടേഴ്സ് ബ്ലെൻഡ് ആവുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ. ഓക്കെ, ഇതിൽ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഓഫ് സ്പ്രിങ്സ്, ഇവരുടെ ഹെട്രോസൈഗസ് ഓഫ് സ്പ്രിങ്സ് ഇന്റർമീഡിയറ്റ് ക്യാരക്ടേഴ്സ് ആണ് കാണിക്കുന്നത്. ഓക്കെ, രണ്ട് പാരന്റിന്റെയും ആയിരിക്കില്ല, അവരുടെ രണ്ടുപേരുടെയും കൂടി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും ഇവർ കാണിക്കുന്നത്. ഇത് ഏതിലൊക്കെയാണ് കാണുന്നത് വെച്ചാല് സ്നാപ്ഡ്രാഗന്റെ ഫ്ലവർ കളർ, അതുപോലെ തന്നെ മിറാബിലസ് ജലാപ്പയുടെ ഫ്ലവർ കളർ, ഇതിലൊക്കെയാണ് എന്ത് കാണുന്നത്, ഈ ഒരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കാണുന്നത്. എങ്ങനെയാണ് കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇവരുടെ എന്തുണ്ട്, രണ്ട് കളർ ഉണ്ട്. എങ്ങനെയാണ്, നമ്മുടെ റെഡും ഉണ്ട് വൈറ്റും ഉണ്ട്, റെഡ് കളറും ഉണ്ട് വൈറ്റ് കളറും കാണുന്നുണ്ട് ഫ്ലവേഴ്സ്. റെഡ് ഫ്ലവറും ഉണ്ട് വൈറ്റ് ഫ്ലവറും ഉണ്ട്. നമ്മളിപ്പോ ഇതിനെ ക്രോസ് ചെയ്യാണ്ട്, റെഡ് ഫ്ലവർ എന്ന് പറയുമ്പോൾ ഇവിടെ ഏകദേശം ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന പോലുള്ള ഒരു ക്യാരക്ടർ ആണ്. പക്ഷെ അതിന്റെ ഡോമിനൻസ് എന്തല്ല, കംപ്ലീറ്റ് ആയിട്ടുള്ള ഡോമിനൻസ് അല്ല. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ വൈറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഡോമിനന്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ എന്താണ്, അവര് ക്രോസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് എത്ര ടൈപ്പ് ഓഫ് ഗമീറ്റ് കിട്ടും, ഒരൊറ്റ ടൈപ്പ് ഗമീറ്റ് കിട്ടും, ഇവിടുന്ന് ഒരു ടൈപ്പ് ഗമീറ്റ് കിട്ടും. ഇതിന്റെ F1 ജനറേഷൻ എടുത്ത് നോക്കുമ്പോൾ ഫ്ലവർ വന്നിട്ടുള്ളത് പിങ്ക് കളറാണ്. പിങ്ക് കളർ എങ്ങനെയാണ്, ഈ റെഡും വൈറ്റും കൂടി ചേരുമ്പോഴുള്ള ആ ഒരു പിങ്ക് കളറാണ് ആർക്ക് കിട്ടുന്നത്, ഇവരുടെ F1 ജനറേഷൻ അല്ലെങ്കിൽ ഹെട്രോസൈഗസ് ആയിട്ടുള്ള അവരുടെ ഫോമിൽ കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവരെ സെൽഫ് ക്രോസ് ചെയ്യാണ്. ഈ ഒരു F1 ജനറേഷൻ ഉള്ള ആൾക്കാരെ സെൽഫ് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കാണിക്കുന്നുണ്ട്, അവർക്ക് രണ്ട് ടൈപ്പ് ഗമീറ്റ്സ് വരും അല്ലേ. അതില് ഒരു എന്താണ്, ഒരു ഡോമിനന്റും ഒരു റെസീവ് ആയിട്ടുള്ള ആ രണ്ട് ടൈപ്പ് ഗമീറ്റ്സ് എന്ത് ചെയ്തു വന്നു. എന്നിട്ട് നമ്മൾ അതിന്റെ ക്രോസ് അല്ലെങ്കിൽ അതിന്റെ ഔട്ട്കം എടുത്ത് നോക്കുമ്പോൾ റെഡ് കണ്ടു, ഒരു റെഡ് ഫ്ലവർ കാണുന്നുണ്ട്, അതുപോലെ തന്നെ രണ്ട് പിങ്ക് കളർ ആയിട്ടുള്ളത് കാണുന്നുണ്ട്, പിന്നെ എന്ത് കാണുന്നുണ്ട്, ഒരു വൈറ്റ് ഫ്ലവറും കാണുന്നുണ്ട്. ഒരു റെഡ് വന്നു, രണ്ട് പിങ്ക് വന്നു, ഒരു വൈറ്റ് വന്നു.
ഓക്കെ, നമുക്കിപ്പോ ജീനോ ടൈപ്പ് ഇങ്ങനെ എടുത്ത് നോക്കാൻ നമുക്ക് പറ്റില്ല, പക്ഷെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാ ഈ ഒരു കളേഴ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ആദ്യമുള്ള F1 ജനറേഷൻ നോക്കിയപ്പോൾ നമ്മൾ വിചാരിച്ചു ആ റെഡ് ലോസ് ആയിട്ടാണ് നമുക്ക് പിങ്ക് വന്നിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല, ആ ഒരു റെഡിൽ നമ്മൾ എന്ത് ചെയ്തു, F2 ജനറേഷനിൽ ആ റെഡ് തിരിച്ചു വന്നു. പക്ഷെ എന്താണ്, പിങ്കും ഉണ്ടായി, വൈറ്റ് റെസസീവ് ആയിട്ടുള്ള വൈറ്റ് കളറും വന്നു. അപ്പൊ പിന്നെ നമുക്ക് എന്ത് മനസ്സിലായി, ഈ ഒരു ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ എങ്ങനെയാണ് ഈ റെഡിന് ഈ വൈറ്റിനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് ഡോമിനന്റ് അല്ലെങ്കിൽ ഡോമിനൻസ് കാണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു പിങ്ക് കളറ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്തായിരിക്കും, ഒരു റെഡ്, രണ്ട് പിങ്ക്, ഒരു വൈറ്റ് അല്ലേ. അപ്പം 1:2:1 ആണ് അതിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ വരുന്നത്. അതുപോലെ തന്നെ അതിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ എന്താണ്, 1:2:1 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോയും ഫീനോട്ടിപ്പിക് റേഷ്യോയും എന്താണ്, 1:2:1 ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ ആണ് എന്ത്, കോഡോമിനൻസ് എന്ന് പറയുന്നത്. കോഡോമിനൻസ് എന്ന് പറഞ്ഞാൽ, കോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്തോന്ന് കംപ്ലീറ്റ് അല്ലാത്തത്. ഈ കോഡോമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നിനെ ഡോമിനേറ്റ് ചെയ്യുന്നതല്ല, രണ്ടും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ഹൈബ്രിഡില്, ഹെട്രോസൈഗസ് കണ്ടീഷൻ അല്ലെങ്കിൽ ഹൈബ്രിഡില് രണ്ട് ജീനും എന്ത് ചെയ്യല്ല, രണ്ട് അലിയിലും രണ്ട് ജീനും എന്ത് ചെയ്യാം, അങ്ങ് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, രണ്ടിനും എക്സ്പ്രസിവിറ്റി ഉണ്ടെങ്കിൽ എന്താണ്, അത് കോഡോമിനൻസ് ആണ്. വേറൊരാളെ അടിച്ചമർത്തുന്നില്ല, അത് രണ്ടും പേരും കൂടി, ആ രണ്ടെണ്ണം വരികയാണെങ്കിൽ അത് രണ്ടും കൂടി അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ വരുന്നത് നമ്മുടെ എന്താണ്, ബ്ലഡ് ഗ്രൂപ്പ് ആണ്, നമ്മുടെ ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ് ആണ്. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എടുത്ത് നോക്കുമ്പോൾ എത്ര ഗ്രൂപ്പ്സ് കാണാൻ പറ്റുന്നുണ്ട്, A, B, O എന്ന് പറഞ്ഞിട്ട് 3 ടൈപ്പ് നമുക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട്, ബ്ലഡ് ഗ്രൂപ്പ് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഇതിന് കൺട്രോൾ ചെയ്യുന്ന ജീനിന്റെ പേര് I എന്ന് പറഞ്ഞിട്ടുള്ള ജീനാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ബ്ലഡ് ഗ്രൂപ്പില് A ഗ്രൂപ്പ് ആണ് ബ്ലഡ് എങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ ഏതായിരിക്കും, IA ആയിരിക്കും. ഓക്കെ, ഇനി B ഗ്രൂപ്പ് ആണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന ജീനിന്റെയോ ജീന് IB ആയിരിക്കും. ഇനി O ആണെങ്കിലോ, O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും O ആണ് അവിടുത്തെ റെസസീവ്. ഓക്കെ, O ആണ് റെസസീവ്. ഒന്നില്ലെങ്കിൽ അതെന്തായിരിക്കും, സ്മോൾ I വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലയിടത്ത് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഈ ഒരു IO എന്ന് പറഞ്ഞിട്ടുള്ളത് കാണാൻ പറ്റും. അങ്ങനെ കണ്ടാലും എന്താണ്, ഓനെയാണ് പറയുന്നത്, അത് റെസസീവ് ആയിരിക്കും. IO കണ്ടു കഴിഞ്ഞാൽ അതും റെസസീവ് ആയിരിക്കും. അല്ലെങ്കിൽ എന്താണ് കാണിക്കുക, ചിലയിടത്തില് ചില ടെസ്റ്റിലൊക്കെ ഈ ഒരു സ്മോൾ I തന്നെ കാണിക്കും, ആ ഒരു റെസസീവ്നെസ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ചിലതിൽ എന്ത് ചെയ്യും, ഈ അലീൽസിനെ എന്താണ് റെസസീവ് ആയിട്ടുള്ളതിനെ സ്മോൾ ലെറ്ററിൽ റെപ്രസെന്റ് ചെയ്യാതെ ക്യാപിറ്റൽ ആയി മുകളിൽ എന്താണ് O ഇട്ടിട്ട് റെപ്രസെന്റ് ചെയ്യും. അതാണെങ്കിലും അതെന്താണ്, റെസസീവ് ആണ്, അത് ഓനെയാണ് എന്ത് ഇതാക്കുന്നത്, കോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതില് IA-യും IB-യും ഒരുമിച്ച് വന്ന ആരാണ് ഇതിൽ കോഡോമിനൻസ് കാണിക്കുന്നത്, ആരാണ് കാണിക്കുന്നത്, IA-യും IB-യും ആണ് കോഡോമിനൻസ് കാണിക്കുന്നത്. കാരണം അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, പക്ഷെ നമ്മുടെ സ്മോൾ I ആണ് വരുന്നതെങ്കിൽ എന്താണ്, അത് റെസസീവ് ആയിട്ടുള്ളതാണ്. അതാണ് നമ്മുടെ A-ന്റെയും B-ന്റെയും കൂടെ വരുന്നതെങ്കിൽ അവര് ഡോമിനേറ്റ് ചെയ്യുന്നില്ല, അവർ കോഡോമിനൻസ് കാണിക്കില്ല, അവര് റെസസീവ് ആയിട്ട് നിൽക്കും. പക്ഷെ IA-യും IB-യും കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ അവരെന്താണ്, രണ്ടുപേരും ആ ക്യാരക്ടർ കൊണ്ട് കാണിക്കും. ഓക്കെ, ഇതിനെയാണ് എന്ത് പറയുന്നത്, കോഡോമിനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഹ്യൂമന്റെ ബ്ലഡ് ഗ്രൂപ്പിന്റെ ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പം അതിന്റെ ഒരലിയില് എവിടെ നിന്നാണ് വരിക, മെയിൽ നിന്നും, ഒരലിയില് ഫീമെയിൽ പാരന്റ്, നമ്മുടെ പാരന്റ്സ് എന്നൊക്കെ കിട്ടുക. ഒരലിയിൽ നമ്മുടെ അച്ഛന്റെയും ഒരലിയിൽ അമ്മയുടെയും നല്ല കിട്ടുക. അപ്പം നമ്മുടെ മെയിൽ പാരന്റിൽ നിന്ന് IA ആണ് വരുന്നതെങ്കിൽ നമ്മുടെ ഫീമെയിൽ പാരന്റും IA ആണ് തന്നതെങ്കിൽ രണ്ടും എന്താണ്, അപ്പം
IA ഓസ്പ്രിങ്ങിന് IA എന്ന് പറഞ്ഞിട്ടുള്ള അതിലാണ് ഉണ്ടാവുക ആ ഒരു അലീൽസ് കാണുക. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? അത് ഹോമോസൈഗസ് ആയിട്ടുള്ള ഇതിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? A ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഇനി അലീൽസ് മെയിലിൽ നിന്നല്ലേ അച്ഛനിൽ നിന്ന് വരുന്നത് IA-യും ഫീമെയിലിൽ നിന്ന് വരുന്നത് സ്മോൾ I ആണ്. സ്മോൾ I ആവാം, അല്ലെങ്കിൽ IO എന്ന് പറഞ്ഞിട്ടുള്ളത് ആവാം കേട്ടോ. അങ്ങനെ രണ്ട് തരത്തിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ സ്മോൾ I ആണ് ഫീമെയിൽ നിന്ന് വരുന്നെങ്കിൽ അത് നമ്മുടെ കുട്ടിക്ക് എങ്ങനെയായിരിക്കും ഉണ്ടാവുക, ജീനിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അത് IA പിന്നെ ഒരു സ്മോൾ I എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലായിരിക്കും കുട്ടികളുടെ ജീനോ ടൈപ്പിൽ അത് കാണുന്നത് അല്ലെ. അങ്ങനെയാകുമ്പോൾ ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണ് അവർക്ക് എക്സ്പ്രസ് ചെയ്യുക A ആണ്. കാരണം ആ ഒരു സ്മോൾ I അല്ലെങ്കിൽ ഓനുള്ളത് അവിടെ എന്താണ്? സ്മോൾ I എന്ന് പറയുന്നത് അവിടെ എന്താണ്? അവിടെ എക്സ്പ്രസ് ചെയ്യാണ്ട് കിടക്കുന്നവരാണ് അവര്. മറ്റൊരു ഡോമിനന്റ് ആയിട്ട് ഇവർ എന്ത് ചെയ്യും? അവിടെ ഇതാക്കി കിടക്കുന്നു. റെസസീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. ഇനി അതാ നമ്മുടെ കോഡോമിനന്റ് ആയിട്ടുള്ള ആൾക്കാർ IA-യും IB-യും ഈ രണ്ടും എങ്ങനെയാണ്? ഇവിടെ കുട്ടികളിൽ എന്ത് വരും? IA-യും IB-യും വരുന്ന ആൾക്കാരാണ്. ഈ രണ്ട് കേസിൽ എങ്ങനെയാണ്? IA-യും IB-യും രണ്ടും കൂടി വന്നപ്പോ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് എങ്ങനെയാണ് വന്നത്? AB എന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടി അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ. ഇനി റെസസീവ് ആയിട്ടുള്ളത് മാത്രം വരികയാണെങ്കിൽ എന്താണ്? റെസസീവ് ആയിട്ടുള്ളത് മാത്രം വരികയാണെങ്കിൽ മാത്രമേ എന്തുള്ളൂ? രണ്ടും റെസസീവ് ക്യാരക്ടർ ആയിട്ടുള്ള ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷൻ വന്നാൽ മാത്രമേ O ഗ്രൂപ്പ് ബ്ലഡ് നമുക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പൊ ഇത് ബ്ലഡ് ടൈപ്പിന്റെ ഒരു പറയുന്നതാണ് കേട്ടോ. എന്ന് വെച്ചാല് നമ്മുടെ RBCന്റെ മുകളില് ടൈപ്പ് A എന്ന് പറയുമ്പോൾ എന്താണ്? അവർക്ക് A ആന്റിജൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ടൈപ്പ് Bക്ക് B ആന്റിജൻ മാത്രമേ ഉണ്ടാവുള്ളൂ. AB ആവുമ്പോൾ A ആന്റിജനും B ആന്റിജനും അവർക്ക് കാണാൻ പറ്റും. O ആവുമ്പോൾ എന്താണ്? അവർക്ക് ആന്റിജൻസ് ഒന്നും കാണുന്നില്ല. മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ സംഭവം തന്നെയാണ്. മോർ ദാൻ 2 അലീൽസ് എന്ത് ചെയ്യാണ്? സെയിം ക്യാരക്ടറിന് വേണ്ടി ഇൻഹെറിറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിന് എന്താണ് പറയുന്നത്? മൾട്ടിപ്പിൾ അലീൽസ് എന്നാണ് പറയുന്നത്. മോർ ദാൻ 2 അലീൽസ് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുകയാണ്. എന്തിന്? ഒരു സെയിം ക്യാരക്ടറിന്റെ മോർ ദാൻ 2 അലീൽസ് ഇങ്ങനെ ഇൻഹെറിറ്റൻസിൽ ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ അലീൽസ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പിന്റെ എന്താണ്? 3 കാണുന്നില്ലേ? 3 അലീൽസിനെ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്താണ്? മൾട്ടിപ്പിൾ അലീൽസും കാണിക്കുന്നുണ്ട്. ഇനി പ്ലിയോട്രോപ്പി എന്ന് പറയുന്നത്. പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിംഗിൾ ജീനിന് മൾട്ടിപ്പിൾ ഫിനോടൈപ്പിക് എക്സ്പ്രഷനെ ഗവേൺ ചെയ്യാം. ഒരു സിംഗിൾ ജീൻ എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫിനോടൈപ്പിക് എക്സ്പ്രഷൻസിനെ ഉണ്ടാക്കാൻ സഹായിക്കും. ഓക്കെ, അതാണ് പ്ലിയോട്രോപ്പി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ജീൻസിനെയാണ് നമ്മൾ പ്ലിയോട്രോപിക് ജീൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ജീന് ഒന്നിൽ കൂടുതൽ ഫീനോട്ടിപ്പിക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിനെ കാണിക്കുക, അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ സഹായിക്കുന്നതിനെയാണ് നമ്മൾ പ്ലിയോട്രോപ്പി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ജീൻസിനെ പ്ലിയോട്രോപിക് ജീൻസ് എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയാനാണെങ്കിൽ സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ പ്ലാന്റിലുള്ള സ്റ്റാർച്ച് സിന്തസിസ് ഒക്കെ അതിനെന്താണ്? എക്സാമ്പിൾ ആണ്. അതെങ്ങനെയാണ് ഈ ഒരു പ്ലിയോട്രോപ്പി നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മള് ഒരു പ്ലാന്റിന്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്? പീ പ്ലാന്റിന്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ജീനോടൈപ്പ് വെച്ചാൽ ഈ ഒരു പി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു ജീൻസ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഗ്രെയിനിന്റെ സ്റ്റാർച്ച് ഗ്രെയിനിന്റെ സൈസിനെ ഇതാക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ സീഡിന്റെ ഷേപ്പിനെ കാരണവുമാകുന്നുണ്ട്. ഓക്കെ, എന്താണ്? അവരുടെ സ്റ്റാർച്ച് ഗ്രെയിൻസിന്റെ സൈസിനെയും അതുപോലെ തന്നെ അവരുടെ സീഡിന്റെ ഷേപ്പിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ ഒരു അലീൽസ് ആണ്.
ഈ രണ്ട് അലീൽസ് ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ സ്റ്റാർച്ചിന്റെ ഗ്രെയിൻസ് അതിന്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനുള്ളതും അതുപോലെ തന്നെ സീഡിന്റെ ഷേപ്പ് എങ്ങനെയാണെന്നും നിർണ്ണയിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഹോമോസൈഗസ് ആയിട്ടുള്ള ഡോമിനന്റ് കണ്ടീഷനിലാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ബി ആണ് വരുന്നതെങ്കിൽ ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള റൗണ്ട് ഷേപ്പിലുള്ള എന്ത് കാണാൻ പറ്റും, ആ ഒരു ഗ്രെയിൻസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള റൗണ്ട് ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ഹെട്രോസൈഗസ് കണ്ടീഷനിലാണ് കാണുന്നതെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് സൈസിലായിരിക്കും കാണുന്നത്. ഒരു ഇന്റർമീഡിയറ്റ് സൈസ് ആയിരിക്കും, ഭയങ്കര ലാർജ് ആയിരിക്കില്ല എന്നാൽ ഭയങ്കര സ്മോളും ആയിരിക്കില്ല, ആ ഒരു സൈസിലായിരിക്കും കാണാൻ പറ്റുക. പക്ഷെ സീഡിന്റെ ഷേപ്പ് എന്തായിരിക്കും, റൗണ്ട് തന്നെയായിരിക്കും. ഇനി അത് ഹോമോസൈഗസ് ആയിട്ടുള്ള റെസസീവ് കണ്ടീഷനിലാണ് കിടക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും, ചെറിയ സൈസുള്ള എന്താണ് സ്റ്റാർച്ച് ഗ്രെയിൻസിന്റെ ചെറിയ സൈസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അത് റിങ്കിളുടെ ഷേപ്പിലായിരിക്കും അതിന്റെ സീഡ് ഉണ്ടാകുക. സീഡിന്റെ ഷേപ്പ് റിങ്കിളുടെ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത് എന്ന് വെച്ചാൽ ഈ രണ്ട് ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ഈ രണ്ട് അലീൽസുമാണ് അല്ലെ. അല്ലെങ്കിൽ ഒരൊറ്റ ജീൻ സെറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അതിനെ നമ്മള് പ്ലിയോട്രോപ്പിന്ന് പറയും. ഇനി പോളിജനിക് ഇൻഹെറിറ്റൻസ് വെച്ചാല് ഇപ്പൊ നമ്മുടെ പ്ലിയോട്രോപ്പി പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരൊറ്റ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ എന്തുണ്ട്, മൂന്നോ അതിലധികമോ ജീൻസ് വരെ. നേരത്തെ എന്താ പറഞ്ഞത്, ഒരു ജീന് രണ്ട് ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ അതിലധികം മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാല് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ജീൻസ്, മൂന്നോ അതിലധികമോ ജീൻസ് ഒക്കെ ഉണ്ടാകും. അതധികവും എൻവയോൺമെന്റിന്റെ ഇതിലൊക്കെ അക്കൗണ്ടിൽ അതൊക്കെ എടുത്തിട്ടാണ് എന്തുള്ളത്, ഈ ഒരു പോളിജനിക് ഇൻഹെറിറ്റൻസ് ഇതാക്കുന്നത്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് വെച്ചാല് ഹ്യൂമൻ സ്കിൻ കളർ, ഹ്യൂമൻ ഹൈറ്റ്, ഫ്ലവറിന്റെ കളർ, ഇതൊക്കെ ഇതിനൊക്കെ എന്തും സഹായിക്കുന്നുണ്ട്, എൻവയോൺമെന്റും ഒരു ഫാക്ടർ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു പോളിജനിക് ഇൻഹെറിറ്റൻസിന്. അപ്പൊ നമ്മൾ അതിൽ ഹ്യൂമന്റെ സ്കിൻ കളർ എന്ന എക്സാമ്പിൾ ആയിട്ട് എടുത്തു നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്, മൂന്ന് ജീൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഹ്യൂമന്റെ സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. ഓക്കെ, അപ്പം അതില് മൂന്ന് ജീൻസും എയും ബിയും സിയും ഡോമിനന്റ് ആയിട്ട് വരുന്ന ആ ഒരു സ്റ്റേജിൽ മാത്രമേ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള സ്കിൻ കളർ ആർക്ക് വരുള്ളൂ, നമ്മുടെ ഹ്യൂമൻസിന് കാണുള്ളൂ. അപ്പൊ മൂന്നും റെസസീവ് ആയിട്ടാണ് നിൽക്കുന്നത്, മൂന്ന് സ്മോൾ ആയിട്ട് അല്ലെങ്കിൽ റെസസീവ് ഫോമിലാണ് നിൽക്കുന്നതെങ്കിൽ എന്തായിരിക്കും, നല്ല ലൈറ്റ് കളർ ആയിട്ടുള്ള സ്കിൻ ആയിരിക്കും ആർക്ക് കാണുക, ഹ്യൂമൻസിലെ കാണുന്നത്. ഓക്കെ, മൂന്നും ക്യാപിറ്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡോമിനന്റ് സ്റ്റേറ്റിലാണ് ഉള്ളതെങ്കിൽ ഡാർക്ക് സ്കിൻ കളർ ആയിരിക്കും ഉണ്ടാവുക. മൂന്നും റെസസീവ് ആയിട്ടുള്ളതാണെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള സ്കിൻ കളർ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ഇതിന് ഇടയിൽ കുറേ അല്ലെ, ഇതിന് ഇടയിൽ കുറേ ഇത് വരാൻ ചാൻസ് ഉണ്ട്. കാരണം എ ചിലപ്പം ഡോമിനന്റ് ആവാം, ബി റെസസീവ് ആവാം, സിയും ഡോമിനന്റ് ആവാം, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് കുറേ പോസിബിലിറ്റീസ് ഇതിനുള്ളിൽ തന്നെ വരാം അല്ലെ. അങ്ങനെയാകുമ്പോ എങ്ങനെയാണ് വരുന്നത്, അങ്ങനെയാകുമ്പോ വരുന്നത് വെച്ചാല് നമ്മൾ ഈ ഏറ്റവും ഡാർക്കിന്റെയും ഏറ്റവും ലൈറ്റിന്റെയും ഇടയിലുള്ള ഏതെങ്കിലും ഒക്കെ കളർ ആ ഒരു ഇതിലാണ് സ്റ്റേജിലാണ് ഇതിൽ വരിക കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരും. എല്ലാം ഡോമിനന്റ് അലീൽസ് വന്നിട്ടുള്ള ഈ ഒരു സ്റ്റേജ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാം ഡോമിനന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെയാവുമ്പം ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള സ്കിൻ കളർ ആയിരിക്കും ഉണ്ടാക്കുക. ഇനി എല്ലാം റെസസീവ് അലീൽസ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള സ്കിൻ കളർ ആയിരിക്കും ഉണ്ടാക്കുക. ഇതിന്റെ ഇടയിലുള്ള ബാക്കിയുള്ള പോസിബിലിറ്റീസിലൊക്കെ എങ്ങനെയാണ്, ഇതിന്റെ ഇടയിലുള്ള കളറില്ലേ, ചിലപ്പം ഡാർക്കിനോട് എടുത്തിട്ടുള്ളതാവാം അല്ലെങ്കിൽ ലൈറ്റിനോട് എടുത്തിട്ടുള്ളതാവാം. അങ്ങനെ അതിനിടയിലുള്ള കളേഴ്സ് ആയിരിക്കും ഉണ്ടാവുക കാണിക്കുക.
അങ്ങനെയാവുമ്പോ ഇത് നോക്കി, ഇതില് എങ്ങനെയാണ് 3 ഡോമിനന്റ് ആയിട്ടുള്ളതും 3 റെസസീവ് ആയിട്ടുള്ളതും കാണുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ ഏറ്റവും ഡാർക്കിന്റെയും ഏറ്റവും ലൈറ്റിന്റെയും ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള കളറാണ് എന്തില് ഈ ഒരു സ്റ്റേജിൽ കാണിക്കുക. ഏറ്റവും ഡാർക്കിന്റെയും ഏറ്റവും ലൈറ്റിന്റെയും ഇന്റർമീഡിയറ്റ് ഒത്ത നടുക്ക് നിൽക്കുന്ന ഒരു കളറായിരിക്കുന്നത് ഈ ഒരു സ്റ്റേജിൽ കാണിക്കാം. ഇതില് കൂടുതൽ ഡോമിനന്റ് ഈ ഒരു 6 ഇതെടുത്ത് നോക്കുമ്പോൾ അലീൽസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ കൂടുതൽ ഡോമിനന്റ് ആയിട്ടുള്ള ഇതാണ് വരുന്നതെങ്കിൽ എന്ന് വെച്ചാൽ 3ൽ കൂടുതലൊക്കെ ഡോമിനൻസ് ആണ് കൂടുതൽ നിൽക്കുന്ന എണ്ണം കൂടുതലുണ്ടെങ്കിൽ ഇതാണ് കുറച്ചുകൂടി ഡാർക്ക് ഇന്റർമീഡിയറ്റിൽ നിന്ന് കുറച്ചുകൂടി ഡാർക്ക് സൈഡിലേക്ക് പോകാനും. ഇനി റെസസീവ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ റെസസീവ് അലീൽസ് ആണ് കുറച്ചുകൂടി കൂടുതൽ നിൽക്കുന്നതെങ്കിൽ നമ്പറിൽ കൂടുതൽ നിൽക്കുന്നതെങ്കിൽ എന്താണ് കുറച്ചുകൂടി ലൈറ്റസ്റ്റ് ആയിട്ടുള്ളതിലേക്ക് പോകാനുമാണ് അതിനൊരു ഇതുള്ളത്. അല്ല, ഏറ്റവും ഡാർക്ക് ഏറ്റവും ഇതായിട്ടുള്ള വൈറ്റ് എന്ന് പറഞ്ഞിട്ട് അതിനുള്ളിൽ എന്താണ് നടുവിലുള്ളത് മുഴുവൻ ഇന്റർമീഡിയറ്റ് ആണ്. അതല്ലാതെ മുകളിലേക്ക് നമ്മുടെ ഏറ്റവും എന്താണ് ഡോമിനന്റ് ആയിട്ടുള്ള ആ ഒരു അലീൽസ് ആണ് കൂടുതൽ നമ്പേഴ്സിൽ നിൽക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഡാർക്ക് അവിടെ മുതൽ ഇന്റർമീഡിയറ്റ് വരെയുള്ള ആ ഒരു ഇതിൽ വരാനും, അല്ലെങ്കിൽ നമ്മുടെ റെസസീവ് ആയിട്ടുള്ളതാണ് അലീൽസ് ആണ് നമ്പറിൽ കൂടുതൽ നിൽക്കുന്നതെങ്കിൽ എന്താണ് ഇന്റർമീഡിയറ്റ് മുതൽ ആ വൈറ്റ് വരെയുള്ള അതിനിടയിലുള്ള കളേഴ്സ് വരാനുമാണ് ചാൻസ് കൂടുതലുള്ളത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ് അത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മളെ മെന്റലിന്റെ വർക്ക് കുറേ കാലം ഇവിടെ കിടന്നിട്ട് എന്തായി വലിയ റെക്കഗ്നീഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ്? അത് ആ ഒരു സമയത്ത് എന്താണ് കമ്മ്യൂണിക്കേഷൻ അത്ര ഈസി ആയിരുന്നില്ല. പിന്നെ ജീൻസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സിന്റെ അതിനെ എന്താണ് സ്റ്റേബിളും ഡിസ്ക്രീറ്റും ആയിട്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതത്ര എന്തായിരുന്നില്ല. ആ സമയത്ത് അദ്ദേഹത്തിന് അത് തെളിയിക്കാനോ അല്ലെങ്കിൽ കുറേ വാരിയേഷൻ നമ്മൾ ഈ ഒരു ഇതിൽ കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സാധനം പാസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത്രയും വേരിയേഷൻ കാണില്ലല്ലോ എന്നുള്ള ഇതൊക്കെ വെച്ചിട്ട് എന്താണ് ആ ഒരു കോൺസെപ്റ്റ് അത്ര ആക്സെപ്റ്റൻസ് അന്ന് നേടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഒക്കെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അത്ര ആക്സെപ്റ്റൻസ് ആർക്കും അത്ര ഇതായിട്ട് അറിയുകയുണ്ടായിരുന്നില്ല, ആക്സെപ്റ്റൻസും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ഫാക്ടേഴ്സിന്റെ ഫിസിക്കൽ പ്രൂഫ് കൊടുക്കാൻ ആർക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, മെന്റലിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ മെന്റലിന്റെ റിസൾട്ട് റീഡിസ്കവേർഡ് ചെയ്തത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീവ്രിസ് ഒരു 1900 ആ ഒരു സമയത്ത് ഡീവ്രിസ്, കോറൻസ്, ബോൺ ഷെമാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? ഇൻഡിപെൻഡന്റ്ലി ഡിഫറെന്റ് കൺട്രീസിലുള്ള ആൾക്കാരായിരുന്നു. ഇൻഡിപെൻഡന്റ്ലി അവരെന്ത് ചെയ്തു? ഈ ഒരു വർക്കൊക്കെ വീണ്ടും ചെയ്ത് നോക്കി അത് ശരിയാണെന്ന് തെളിയിക്കുകയും റീഡിസ്കവർ ചെയ്യുകയും ചെയ്തു മെന്റലിന്റെ വർക്ക് മുഴുവൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് എന്ത് ക്രോമസോമൽ തിയറി എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ക്രോമസോമൽ തിയറി എങ്ങനെയാണ്, എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഈ ഒരു മെന്റലിന്റെ എക്സ്പെരിമെന്റ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ മെന്റൽ പറഞ്ഞാൽ എന്താ, ഏകദേശം ജീൻ അല്ലെങ്കിൽ ആ ഫാക്ടേഴ്സിന്റെ ട്രാൻസ്ഫർ ആണ് പറഞ്ഞത് അല്ലെ. അപ്പം സെയിം രീതിയിൽ തന്നെ എന്തും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ക്രോമസോമും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതാണ് എന്ത് ക്രോമസോമൽ തിയറിയിൽ പറയുന്നത്. ആരാണ് ഈ ഒരു ക്രോമസോമൽ ട്രാൻസ്ഫറിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നത്? തിയഡോർ പോവറി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ക്രോമസോമൽ മൂവ്മെന്റ്സിനെ പറ്റി, ഒരു മെയോസിസിന്റെ സമയത്തുള്ള ക്രോമസോമൽ മൂവ്മെന്റ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നത്. ക്രോമസോമില് എന്താണ് ക്രോമസോമ് ഈ ഒരു ജീൻസിനെ പോലെ തന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇതിൽ നിന്ന് പാരന്റിൽ നിന്ന് അടുത്ത ആളിലേക്ക് പ്രോജനിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ജീൻസ് പോകുന്നത് പോലെ തന്നെ അതേ ഒരു ഫാഷനിൽ പോകുന്നുണ്ട്. ഓക്കെ, വാൾട്ടർ സെട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള് എന്ത് ചെയ്തു? ഈ ഒരു മെന്റേലിയൻ പ്രിൻസിപ്പിൾസ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു ക്രോമസോമൽ സെഗ്രിഗേഷന് ഒക്കെ ഇതാക്കി. ക്രോമസോമൽ സെഗ്രിഗേഷൻ എന്ത് ചെയ്തു? മെന്റേലിയൻ പ്രിൻസിപ്പിൾസ് ഒക്കെ വെച്ചിട്ട് ഇതാക്കിയിട്ട് എന്തുണ്ടാക്കി? ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ടാക്കി. ഓക്കെ, അതിലുള്ള പ്രിൻസിപ്പിൾസ്, ആ ഒരു ഇതിൽ വരുന്ന പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് ഇതാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ജീൻസ് എവിടെയാണ് കാണുന്നത്? ക്രോമസോംസിലാണ് കാണുന്നത്.
ജീൻസ് ആണ് എന്ത് വെഹിക്കിൾസ് ഓഫ് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. ഹെറിഡിറ്റിന്റെ കാരണമാകുന്നത് ആരാണ്? ജീൻസ് ആണ്. ഈ ജീൻസ് എവിടെയാണ് കാണുന്നത്? ക്രോമസോമിലാണ് കാണുന്നത്. അവര് എങ്ങനെയാണ് പാരന്റ്സിൽ നിന്ന് ഓഫ്സ്പ്രിങ്സിലേക്ക് എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അവർ ഇമ്മോർട്ടൽ ആണ്, നശിച്ചു പോകുന്നില്ല, ഇമ്മോർട്ടൽ ആണ്. പിന്നെ 2 identical chromosomes from a homologous pair. 2 identical chromosomes ഉണ്ടാവുന്നുണ്ട്. ഇതിൽ നിന്നൊരു ഹോമലോഗസ് പെയറിൽ ഉണ്ടാവുന്നത് ഐഡന്റിക്കൽ ആയിട്ടുള്ള 2 ഐഡന്റിക്കൽ ആയിട്ടുള്ള ക്രോമസോംസ് ഉണ്ടാവുന്നുണ്ട്. ഗമീറ്റിന്റെ ഫോർമേഷന്റെ സമയത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്? സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഗമീറ്റ് ഫോർമേഷന്റെ സമയത്ത് അവരെന്ത് ചെയ്യും? സെഗ്രിഗേറ്റ് ചെയ്യും. ഓക്കെ. ഇൻഡിപെൻഡന്റ് പെയേഴ്സ് സെഗ്രിഗേറ്റിംഗ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് ഈച്ച് അതർ. രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ത് ചെയ്യും? സെഗ്രിഗേറ്റ് ചെയ്ത് പോകും. പിന്നെ ക്രോമസോംസ് ആണ് മ്യൂട്ടബിൾ. മ്യൂട്ടേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് ക്രോമസോംസിന്. ഓക്കെ. അപ്പൊ നമ്മള് ജീൻസും ക്രോമസോംസിന്റെയും ബിഹേവിയേഴ്സ് തമ്മിലുള്ള കമ്പാരിസൺ വെച്ച് നോക്കുകയാണെങ്കിൽ ക്രോമസോം എന്ന് പറയുന്നത് പെയർ ആയിട്ടാണ് കാണുന്നത് അല്ലെ. ജീൻസും എന്താണ്? പെയർ ആയിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നെ നമ്മുടെ ഗമീറ്റ്സിന്റെ ഫോർമേഷന്റെ സമയത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡിപെൻഡന്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട് ക്രോമസോം. അതുപോലെ തന്നെ ഗമീറ്റിന്റെ ഫോർമേഷനിൽ ജീനും സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഡിപെൻഡന്റ് പെയേഴ്സ് ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ജീൻസ് എങ്ങനെയാണ്? ജീനിലെ ഒരു പെയർ വേറൊരു പെയറിന്റെ ഡിപ്പെൻഡ് ഇല്ലാണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സെഗ്രിഗേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ടി.എച്ച്. മോർഗൻ ആണ് എന്ത് ഈ ഒരു ക്രോമസോം പ്രൂവ് ചെയ്തത്. ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പ്രൂവ് ചെയ്തത് എന്ത് വെച്ചിട്ടാണ്? ഡ്രോസോഫില മെലാനോഗാസ്റ്ററിൽ. ഡ്രോസോഫില മെലാനോഗാസ്റ്ററിനെ വെച്ചിട്ട് പ്രൂവ് ചെയ്തത് ആരാണ്? ടി.എച്ച്. മോർഗൻ ആണ്. ഓക്കെ. എന്തുകൊണ്ടാണ് ഡ്രോസോഫില മെലാനോഗാസ്റ്റർ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തുകൊണ്ടാണ്? അവര് ബ്രീഡ് ചെയ്യാൻ ക്വിക്ലി ബ്രീഡ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെന്താ? ത്രൂ ഔട്ട് ദ ഇയർ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രീഡിങ് ചെയ്യാൻ പറ്റും. ഒരു സീസൺ ബ്രീഡിങ് സീസൺ ഇതാണ് എന്നൊന്നുമില്ല. ത്രൂ ഔട്ട് ദ ഇയർ ബ്രീഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ? ജനറേഷൻ ടൈം ലൈഫ് സൈക്കിൾ ഭയങ്കര കുറവാണ്. 12-14 ദിവസമേ ഉള്ളൂ ലൈഫ് സൈക്കിൾ. അപ്പൊ അതിനുള്ളിൽ തന്നെ അവര് എന്ത് കാണിക്കാൻ പറ്റും? ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെന്താ? ഹൺഡ്രഡ്സ് ഓഫ് ഒരു മീറ്റിംഗിൽ തന്നെ ഒരുപാട് പ്രോജനീസ് അല്ലെങ്കിൽ റിസൾട്ട് നമുക്ക് കിട്ടും അല്ലെ. ഒരുപാട് പ്രോജനീസിനെ കിട്ടും. പിന്നെന്താ? സിമ്പിൾ ആയിട്ടുള്ള സിന്തറ്റിക് മീഡിയത്തിൽ ഇവരെ വളർത്താൻ ഒരുപാട് ചെലവോ അങ്ങനത്തൊന്നും വേണ്ടി വരില്ല. സിമ്പിൾ ആയിട്ടുള്ള സിന്തറ്റിക് മീഡിയത്തിൽ അവരെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെന്താ? മെയിലിനെയും ഫീമെയിലിനെയും ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ ഐഡന്റിഫൈ ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. പിന്നെന്താ? അത് രണ്ടിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഹെറിഡിറ്ററി വാരിയേഷൻസ് അവർക്ക് കാണിക്കാൻ പറ്റും. കാണുന്നുണ്ട്. അവരിൽ കുറെ വാരിയേഷൻസ് കാണുന്നുണ്ട്. അത് സിമ്പിൾ ആയിട്ടുള്ള മൈക്രോസ്കോപ്പിൽ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ വരുന്ന വാരിയേഷൻസ് നമുക്ക് ഈസിലി ഐഡന്റിഫയബിൾ ആയിരിക്കണം അല്ലെ. അല്ലാണ്ട് വാരിയേഷൻസ് ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്താണ്? പറ്റില്ല അല്ലെ. അപ്പൊ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ ഈസി ആണ് എന്തില്? ഈ ഒരു ഡ്രോസോഫില മെലാനോഗാസ്റ്ററിന്. പിന്നെ അവർക്ക് എന്തുണ്ട്? 4 പേർ ഓഫ് ലാർജ് ക്രോമസോംസ് കാണുന്നുണ്ട്. ഇതിൽ തന്നെ വരുന്നതാണ് എന്ത്? ഈ ഒരു ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിൽ തന്നെ വരുന്നതാണ് ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടോ അതിലധികമോ ജീൻസ് എന്ത് ചെയ്യാണ്? ഒരുമിച്ച് നിൽക്കുകയാണ്. ഓക്കെ. ഒരു ക്രോമസോമിൽ ഒരുമിച്ച് നിൽക്കുകയാണ്. അവർ പാസ് ചെയ്യുമ്പോഴും ഏകദേശം അവർ ഒരുമിച്ച് തന്നെയായിരിക്കും പാസ് ചെയ്യാം. ഓക്കെ. അല്ലാതെ അവർ എന്ത് ചെയ്യില്ല? ഡിവൈഡ് ചെയ്ത് വേറെ ആയിട്ട് പാസ് ചെയ്യില്ല. അതിനെയാണ് അവർ ലിങ്കേജ് എന്ന് പറയുന്നത്. ഫിസിക്കൽ അസോസിയേഷനോ രണ്ടോ അതിലധികമോ ജീൻസ് എന്ത് ചെയ്യുക? ഒരു ക്രോമസോമിൽ ഇങ്ങനെ ലിങ്ക് ചെയ്ത് നടക്കുക. അവർ പാസ് ചെയ്യുമ്പോൾ എന്താണ്? അതേപോലെ തന്നെ എന്താണ് പാസ് ചെയ്യുന്നത്? They do not show independent assortment. എന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്താണ്? ഈ പറയുന്ന 2-3 ജീൻസ് ഒക്കെ
അതിൽ നിന്ന് വേറെയായിട്ട് പോകണം അല്ലെ. പക്ഷെ ഇങ്ങനെയല്ല, ഈ ലിങ്കേജ് എന്ന് പറയുമ്പോ ആ ലിങ്കേജിൽ കിടക്കുന്ന ആ ലിങ്ക് ആയിട്ട് കിടക്കുന്ന ജീൻസ് മുഴുവൻ ആ ഒരൊറ്റ ലിങ്ക് ആയിട്ട് അല്ലെങ്കിൽ ലിങ്കേജ് ആയിട്ട് ആ ഒരൊറ്റ ഇതായിട്ടാണ് യൂണിറ്റ് ആയിട്ടാണ് പോവുക. ഓക്കെ, അവരെന്ത് ചെയ്യില്ല, അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോന്നായിട്ട് പോവില്ല, ട്രാൻസ്മിറ്റ് ചെയ്യില്ല. ലിങ്കേജിൽ അല്ലെങ്കിൽ ലിങ്ക് ആയിട്ട് കിടക്കുന്ന ആൾക്കാരൊക്കെ അടുത്ത ഒരു ജനറേഷനിലേക്ക് പോകുമ്പോൾ ഇത്രയും ഈ ഒരു ജീൻസ് ലിങ്കേജ് ആയിട്ടുള്ള ജീൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും, അവരെല്ലാം കൂടിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഓരോരുത്തരായിട്ടല്ല പോവുക. ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ത് കാണിക്കുന്നില്ല, അവർ കാണിക്കുന്നില്ല. ഇനി റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ പാരന്റൽ ആയിട്ടുള്ള, ഇപ്പൊ ഞാന് അല്ലെങ്കിൽ നമ്മളൊക്കെ എന്താണ്, നമ്മുടെ പാരന്റ്സിനെ പോലെ എക്സാക്ട് ആയിട്ടുള്ള വരുന്നതാണ് അല്ലെ. അപ്പൊ നമുക്ക് കുറെ ആയിട്ട് നമ്മുടെ മാത്രമായിട്ടുള്ള എന്തുണ്ട്, ജീൻ കോമ്പിനേഷൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാണ്? അത് നമ്മുടെ പാരന്റിന്റെ അല്ലാത്ത ജീൻ കോമ്പിനേഷൻ നമുക്ക് വരുന്നത്, നമുക്ക് എന്താണ് മ്യൂട്ടേഷൻ അങ്ങനെ ഇതൊക്കെ വരാം. അതല്ലാതെ നമുക്ക് എന്ത് വരാം, ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞിട്ടുള്ളത് വരാം അല്ലെ. ക്രോമസോംസ് എന്ത് ചെയ്യും, പാരന്റ്സിൽ നിന്ന് വന്നിട്ടുള്ള ക്രോമസോംസ് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം ഇവിടെ പോവാനും ഈ ഒരു ഭാഗം ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. അങ്ങനെയാവുമ്പോ എന്തായി, ഡിഫറെന്റ് ആയിട്ടുള്ളതായില്ലേ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ക്രോമസോം ആയിട്ട് മാറും. ഈ ഏത് പറയുന്നുള്ള ഭാഗം, പി എന്ന് പറയുന്നുള്ള ഭാഗം, പി ഇവിടെ വന്നു, എ അവിടെ പോയി. അപ്പൊ അതിനെന്ത് പറയും, ക്രോസിംഗ് ഓവർ എന്ന് പറയും. ഇത് ഇങ്ങനെയാവുമ്പോ എന്തായി, നോൺ പാരന്റൽ ആയിട്ടുള്ള, പാരന്റിൽ നിന്നല്ലാത്ത കോമ്പിനേഷൻ എന്തുണ്ടായി നമ്മുടെ ഉള്ളില് വന്നു കഴിഞ്ഞു. അപ്പൊ ഈ ഒരു ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസില് ആ മോർഗൻ ചെയ്ത് നോക്കിയിട്ടുള്ള ക്രോസ് ആണ്, 2 ക്രോസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഏതാണ്? യെല്ലോ ബോഡീഡ് ആയിട്ടുള്ള വൈറ്റ് ഹെഡ് ആയിട്ടുള്ള ഫീമെയിലിനെയും ബ്രൗൺ ബോഡീഡ് ആയിട്ടുള്ള റെഡ് ഹെഡ് ആയിട്ടുള്ള മെയിലിനെയും എടുത്ത്, അത് വൈൽഡ് ടൈപ്പ് ആണ്, അതിനെ രണ്ടിനെയും എടുത്ത് എന്ത് ചെയ്തു, ക്രോസ് ചെയ്തു. അതുപോലെ തന്നെ വൈറ്റ് ഹെഡ് ആയിട്ടുള്ള മിനിയേച്ചർ വിങ്സ് കുറവായിട്ടുള്ള ഫീമെയിലിനെ എടുത്തു, റെഡ് ഐഡ് ആയിട്ടുള്ള ലാർജ് വിങ്ഡ് ആയിട്ടുള്ള മെയിലിനെ എടുത്തു. അതും എന്താണ്, വൈൽഡ് ടൈപ്പ് ആണ്. ഈ ഒരു രണ്ടാമത്തെ ക്രോസ് എ ക്രോസ്, ആദ്യത്തെ ക്രോസിൽ അതെടുത്തു, രണ്ടാമത്തെ ക്രോസിൽ ഇവർ രണ്ടുപേരും എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ക്രോസ് ചെയ്തു. അപ്പൊ എന്തുണ്ടായി, F1 ജനറേഷനില് ഇത് ക്രോമസോംസിനെയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. പാരന്റിന്റെ ക്രോമസോം ആണ് ഇതെന്താണ്, F1 ജനറേഷനിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാരുടെ ക്രോമസോംസ് ആണ് കാണിക്കുന്നത്. അപ്പം എന്ത് വന്നു, ഈ പാരന്റിൽ നിന്ന് F1 ജനറേഷൻ നോക്കുമ്പോ ഈ പാരന്റിൽ നിന്ന് ഒന്ന് ഇങ്ങോട്ട് വന്നു, ഈ പാരന്റിൽ നിന്ന് ഒന്ന് ഇങ്ങോട്ട് വന്നു അല്ലെ. ഈ പാരന്റിൽ നിന്ന് വന്നു, ഈ പാരന്റിൽ നിന്ന് വന്നു, ഈ പാരന്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, ഈ പാരന്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നു അല്ലെ. അപ്പൊ രണ്ടും എന്ത് ചെയ്തു, ഇത് രണ്ടും ഇതായിട്ട് ഓരോ ഇതായിട്ട് മാറി. അതുപോലെ തന്നെ ഇത് രണ്ടും ഇതായിട്ട് ഓരോരുത്തരിലേക്ക് പോയി. അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള എത്ര ഔട്ട്കംസ് കിട്ടി, ഈ രണ്ടായിട്ടുള്ള പോസിബിൾ ഔട്ട്കംസ് കിട്ടി. ഇതുപോലെ തന്നെ ആയിരുന്നില്ലേ നമുക്ക് ജീൻസിന്റെ ആ ഒരു ട്രാൻസ്ഫർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ആ ഒരു സ്മോൾ ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞിട്ടുള്ള ജീനിന്റെ ട്രാൻസ്ഫർ, നമ്മൾ അലീൽസിന്റെ ട്രാൻസ്ഫർ ഇതുപോലെ തന്നെ ആയിരുന്നില്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ രണ്ടാമത്തതിൽ എങ്ങനെയാണ്, ഇതിലും ഇതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലെ. ഈ ഒന്ന് ഇങ്ങോട്ടും ഈ ഒന്ന് ഇങ്ങോട്ടും പോയി, ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ എത്തി, ഇവിടെ എത്തി അല്ലെ. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്, F1 ജനറേഷനിലുള്ള പ്രോജനീസിന് അവരുടെ ക്രോമസോം എടുത്ത് നോക്കുമ്പോൾ പാരന്റ്സിൽ നിന്ന് എന്തുണ്ടായി, ഹാഫ് ആയിട്ടുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ കാണിക്കുന്ന ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാല്,
അവർക്ക് പാരന്റൽ ടൈപ്പ്, പാരന്റിൽ നിന്ന് അതുപോലെ അവർക്ക് കിട്ടിയിട്ടുള്ള ടൈപ്പ് എത്രയാണ്? ഒരു 98.7% എന്താണ് പാരന്റിൽ നിന്ന് അതുപോലെയാണ് അവർക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? ക്രോമസോമിൽ ഇത് കിട്ടിയിട്ടുള്ളത്. പിന്നെ അവരിൽ ഉണ്ടായിട്ടുള്ള റീകോമ്പിനേഷന്റെ റേറ്റ് എത്രയാണ്? 1.3% എന്താണ് അവർക്ക് ഉണ്ടായിട്ടുള്ള, അവർക്ക് മാത്രമുള്ള റീകോമ്പിനേഷൻ ഉണ്ടായിട്ടുള്ള എന്താണ് ക്രോമസോമിന്റെ ആ റേറ്റ് ആണത്. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ ക്രോസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ പാരന്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള എത്രയാണ്? 62.8% എന്താണ് പാരന്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ടൈപ്പ് ആണ്. ബാക്കിയുള്ള 37.2% എന്താണ് റീകോമ്പിനേഷൻ വഴി ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് റീകോമ്പിനേഷൻ വരാൻ എന്താണ് എത്ര ശതമാനം വരെ എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ഉള്ളില് റീകോമ്പിനേഷൻ വരാം. അങ്ങനെ ഇത്ര ശതമാനം ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് എന്നാലും ഒരുപാട് ശതമാനം എന്തായിരിക്കും? പാരന്റിൽ നിന്നുള്ള അതേപോലത്തെ ഉള്ളത് നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. ബാക്കിയുള്ളത് എന്തായിരിക്കും? കുറച്ച് പെർസെന്റേജ് നമുക്ക് മാത്രമായിട്ടുള്ള റീകോമ്പിനേഷൻ വന്നിട്ടുള്ള ആ ഒരു സെറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ മോർഗൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ഡൈഹൈബ്രിഡ് പ്രോസസ് എന്ത് ചെയ്ത് നോക്കിയിട്ടുണ്ട്? ഈ ഒരു ഡ്രോസോഫിലയിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം എന്താണ് സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻ ആണ് ഇതിൽ ചെയ്ത് നോക്കിയിട്ടുള്ളത്. സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇതാണ് ചെയ്ത് നോക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് മെന്റലിന്റെ ഡൈഹൈബ്രിഡ് ക്രോസ് പോലുള്ള തന്നെ ക്രോസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഏതിനൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഹൈബ്രിഡൈസ്ഡ് ചെയ്തിട്ടുള്ള യെല്ലോ ബോഡീസ് ആൻഡ് വൈറ്റ് ഐഡ് ആയിട്ടുള്ള ഫീമെയിൽസ്, പിന്നെ ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് മെയിൽസ്. അവരെ ഇന്റർക്രോസ് ചെയ്തപ്പോ F1 പ്രോജനി കിട്ടി അല്ലെ? ആ ഒരു F1 പ്രോജനിയില് എന്താണ് രണ്ട് ജീൻസ് എന്ത് ചെയ്തിട്ടില്ല? ഇൻഡിപെൻഡന്റ്ലി ആ ഒരു സെഗ്രിഗേഷൻ അവർക്ക് എന്ത് ചെയ്തിട്ടില്ല? നടന്നിട്ടില്ല. ബാക്കി എന്ത് കണ്ടു? F2 എടുത്ത് നോക്കിയപ്പോ അതിന്റെ എങ്ങനെയാണ്? ആ ഒരു റേഷ്യോ നോക്കിയപ്പോ ഈ ഒരു റേഷ്യോയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? അവർക്ക് ഭയങ്കരതായിട്ട് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ ഒരു റേഷ്യോയിൽ നിന്ന് ഡൈഹൈബ്രിഡിന്റെ റേഷ്യോ ഏതാണ്? ഈ ഒരു റേഷ്യോ അല്ലെ? അപ്പൊ ഇത് നോക്കിയപ്പോ ഈ ഒരു റേഷ്യോയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? F2 ജനറേഷനിലെ നോക്കിയപ്പോ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതിന്റെ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? നാളെ ഡിസ്കസ് ചെയ്യാം.